ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ ഒരുപാട് ദൂരം, ഒരുപാട് കാലം പുറകിലേക്ക് സഞ്ചരിക്കാൻ പോകുകയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ട്. ആഫ്രിക്കൻ സവന്നകളിലെ പുൽമേടുകളിലേക്കും യൂറോപ്പിലെ തണുത്തുറഞ്ഞ ഗുഹകളിലേക്കും. ഇന്നത്തെ പോലെ നഗരങ്ങളോ വലിയ കെട്ടിടങ്ങളോ ഇൻ്റർനെറ്റോ ഇല്ലാത്ത ഒരു കാലം. നമ്മുടെയെല്ലാം പൂർവികരായ ഹോമോസാപ്പിയൻസ്, അതായത് നമ്മൾ, അതിജീവനത്തിനായി പോരടിച്ചിരുന്ന ഒരു ലോകം. ഈ കഥ നടക്കുന്നത് ഏകദേശം 50,000 മുതൽ 1,00,000 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് ഭൂമിയിൽ നമ്മൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. നമുക്ക് സഹോദരങ്ങളെപ്പോലെ മറ്റു ചില മനുഷ്യവർഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു. യൂറോപ്പിലെ തണുപ്പിൽ ജീവിച്ച കരുത്തരായ നിയാണ്ടർതാലുകൾ, ഏഷ്യയിലെ മലനിരകളിൽ ജീവിച്ച ഡെനിസോവാനുകൾ, അവരെല്ലാം നമ്മളെക്കാൾ ശാരീരികമായി ശക്തരായിരുന്നു. ഒരുപക്ഷെ അതിബുദ്ധിമാന്മാരും. പക്ഷേ അവസാനം അതിജീവിച്ചത് നമ്മൾ മാത്രമാണ്. എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ തലച്ചോറിനുള്ളിലെ ഒരു പ്രത്യേക കഴിവിലാണ്. കഥകളിലും പുരാണങ്ങളിലും അദൃശ്യമായ ശക്തികളിൽ വിശ്വസിക്കാനുള്ള കഴിവ്. ആ വിശ്വാസം എങ്ങനെയാണ് നമ്മളെ വലിയ കൂട്ടങ്ങളായി ജീവിക്കാൻ സഹായിച്ചത്? എങ്ങനെയാണ് അത് നമ്മളെ ഒരുമിപ്പിച്ചു നിർത്തിയ ഒരു അദൃശ്യമായ ചങ്ങലയായി മാറിയത് എന്നതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒന്ന് കണ്ണടച്ച് സങ്കല്പിച്ചു നോക്കൂ. തണുപ്പുള്ള ഒരു രാത്രി. നിങ്ങളൊരു ഗുഹയുടെ മുന്നിലിരിക്കുകയാണ്. പുറത്ത് കൂരിരുട്ട്, ഇലക്ട്രിക് ലൈറ്റുകളില്ലാത്ത, ചന്ദ്രനും നക്ഷത്രങ്ങളും മാത്രം വെളിച്ചം തരുന്ന ഒരു ലോകം. കാട്ടിൽ നിന്നും ദൂരെ എവിടെയോ ഒരു ഭീകരജീവിയുടെ അലർച്ച കേൾക്കാം. ഓരോ നിഴലിലും ഓരോ ശബ്ദത്തിലും അപകടം പതിയിരിക്കുന്നു. അങ്ങനെയൊരു ലോകത്ത് ഇന്നത്തെ പോലെ ഒറ്റയ്ക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. അതിജീവനം എന്നത് ഒരു കൂട്ടായ പ്രയത്നമായിരുന്നു. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു കണ്ടുപിടുത്തത്തിൽ നിന്നാണ്. മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്ന്. തീ ഒരുപാട് കാലം മുൻപേ മനുഷ്യന് അറിയാമായിരുന്നു. കാട്ടുതീ കണ്ട് മനുഷ്യൻ പേടിച്ചോടിയിട്ടുണ്ട്. മിന്നൽ പിണർ ഒരു മരത്തിൽ വീണ് കത്തുന്നത് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിക്കാനും പഠിച്ചെടുത്ത നിമിഷം ഹോമോസാപ്പിയൻസിൻ്റെ തലവിധി തന്നെ മാറിമറിയുകയായിരുന്നു. ഇരുട്ടും തണുപ്പും നിറഞ്ഞ ഒരു ലോകത്ത് തീ ഒരു ചെറിയ സൂര്യനെപ്പോലെയായിരുന്നു. അത് രാത്രിയെ പകലാക്കി തണുപ്പിൽ നിന്ന് രക്ഷ നൽകി. ഗുഹയുടെ മുന്നിൽ കത്തിച്ച തീയുടെ വെളിച്ചം കണ്ടാൽ ക്രൂരമൃഗങ്ങൾ അടുത്തേക്ക് വരില്ല. അതൊരു സുരക്ഷാ കവചം തീർത്തു. അതുപോലെ ഭക്ഷണം പാകം ചെയ്യാനും തീ ഉപയോഗിച്ചു തുടങ്ങി. പച്ചമാംസം കടിച്ചു കീറി തിന്നുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് തീയിൽ ചുട്ടെടുത്ത മാംസം കഴിക്കാൻ. അത് കൂടുതൽ പോഷകങ്ങൾ ശരീരത്തിന് നൽകി. നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ചയെ വരെ അത് സഹായിച്ചു. പക്ഷേ തീയുടെ ഏറ്റവും വലിയ സംഭാവന അതൊന്നുമായിരുന്നില്ല. അത് മറ്റൊന്നായിരുന്നു. തീ ആദ്യമായി ഒരു സാമൂഹിക ഇടം സൃഷ്ടിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതിനു മുൻപ് ഇരുട്ടായി കഴിഞ്ഞാൽ മനുഷ്യർ എന്തു ചെയ്യുമായിരുന്നു? ഗുഹയുടെ ഏതെങ്കിലും മൂലയിൽ തണുപ്പിൽ വിറച്ച് പേടിച്ച് പരസ്പരം ഒന്നും സംസാരിക്കാതെ അടുത്ത പ്രഭാതം വരുന്നതുവരെ കാത്തിരുന്നിട്ടുണ്ടാവാം. എന്നാൽ ഗുഹയുടെ മുന്നിൽ തീ എരിയാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ മാറി. ദിവസം മുഴുവൻ വേട്ടയാടിയും ഭക്ഷണം തേടിയും നടന്നതിന് ശേഷം എല്ലാവരും ആ തീക്ക് ചുറ്റും ഒരുമിച്ചു കൂടാൻ തുടങ്ങി. ആ തീയുടെ സുരക്ഷിതത്വത്തിൽ അവർക്ക് വിശ്രമിക്കാൻ സമയം കിട്ടി. പരസ്പരം മുഖത്തേക്ക് നോക്കിയിരിക്കാൻ വെളിച്ചം കിട്ടി. ആ ഒരുമിച്ചിരിക്കലാണ് എല്ലാം മാറ്റിയത്. തുടക്കത്തിൽ അവർ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിരിക്കാം. വേട്ടയ്ക്കിടെ കണ്ട മൃഗങ്ങളെക്കുറിച്ചോ വഴിയിൽ കണ്ട പുഴയെക്കുറിച്ചോ ആംഗ്യങ്ങൾ കാണിച്ചിരിക്കാം. പതിയെ പതിയെ ആ ശബ്ദങ്ങളും ആംഗ്യങ്ങളും ഭാഷയായി രൂപപ്പെട്ടു. തീയുടെ വെളിച്ചത്തിൽ ഒരു തലമുറ അവരുടെ അറിവുകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ തുടങ്ങി. ആ മലയുടെ മുകളിൽ പോകരുത്,
അവിടെ അപകടകാരികളായ പുലികളുണ്ട്. മഴക്കാലം വരുന്നതിന് മുൻപ് നമ്മൾ ഈ പഴങ്ങൾ ശേഖരിച്ചു വെക്കണം. ഇങ്ങനെയുള്ള അതിജീവനത്തിനുള്ള നിർദ്ദേശങ്ങൾ മാത്രമല്ല അവർ സംസാരിച്ചത്. അവർ കഥകൾ പറയാൻ തുടങ്ങി. അന്നത്തെ ഏറ്റവും പ്രായം ചെന്നയാൾ തീയുടെ വെളിച്ചത്തിൽ തന്നെ ചുറ്റുമിരിക്കുന്ന കുട്ടികളോടും ചെറുപ്പക്കാരോടും പഴയൊരു വേട്ടയുടെ കഥ പറയുന്നതായി സങ്കല്പിച്ചു നോക്കൂ. ഒരു വലിയ മാമത്തിനെ അവർ കൂട്ടമായി വേട്ടയാടി പിടിച്ച കഥ. ആ കഥ കേൾക്കുമ്പോൾ കേൾക്കുന്നവരുടെ മനസ്സിലും ആ മാമത്ത് വലുതാകുന്നു. അവരുടെ ഉള്ളിലും ആ വേട്ടയുടെ ആവേശം നിറയുന്നു. ആ കഥ ഒരു വിനോദം മാത്രമായിരുന്നില്ല, അതൊരു പരിശീലനമായിരുന്നു. ഒരുമിച്ചെങ്ങനെ പ്രവർത്തിക്കണം, അപകടങ്ങൾ എങ്ങനെ നേരിടണം എന്നൊക്കെയുള്ള പാഠങ്ങൾ ആ കഥയിലുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മുടെ വിഷയത്തിൻ്റെ തുടക്കം. കഥകൾ സത്യത്തിലില്ലാത്ത, ഭാവനയിൽ മാത്രമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള കഴിവ്. നിയാൻഡർതാലുകൾക്കോ മറ്റു മനുഷ്യവർഗങ്ങൾക്കോ ഒരുപക്ഷേ ഈ കഴിവ് നമ്മളെപ്പോലെ ഉണ്ടായിരുന്നിരിക്കില്ല. അവർക്ക് പുലി വരുന്നു, ഓടിക്കോ എന്ന് പറയാൻ കഴിഞ്ഞിരിക്കാം. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മുടെ ഗോത്രത്തിൻ്റെ ആത്മാവ് ഒരു വലിയ പുലിയാണ്, ആ പുലിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് എന്ന് പറയാൻ ഹോമോസാപ്പിയൻസിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഈ രണ്ടാമത്തെ വാചകത്തിലുള്ള പുലി യഥാർത്ഥത്തിലുള്ള ഒന്നല്ല, അത് അവരുടെ ഭാവനയിൽ മാത്രമുള്ള ഒന്നാണ്. അങ്ങനെയുള്ള ഭാവനകളെ അഥവാ കെട്ടുകഥകളെ ഒരുമിച്ച് വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യൻ എന്ന ജീവി മറ്റെല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തനായി. ആ തീയുടെ ചുറ്റുമിരുന്ന് അവർ പറഞ്ഞ കഥകൾ വെറും വേട്ടയുടെ കഥകൾ മാത്രമായിരുന്നില്ല. അവർ ആകാശത്തേക്ക് നോക്കി. ആകാശത്ത് മിന്നുന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് അവർക്ക് അത്ഭുതം തോന്നി. അവർ ചിന്തിച്ചു, അതെന്തായിരിക്കും? ഒരുപക്ഷേ പണ്ട് മരിച്ചുപോയ നമ്മുടെ പൂർവികർ നമ്മളെ നോക്കിയിരിക്കുന്നതായിരിക്കുമോ? അവർ ഇടിമിന്നലിൻ്റെ ശബ്ദം കേട്ട് പേടിച്ചു. ആകാശത്ത് വലിയൊരു ശക്തിയുണ്ട്, ആ ശക്തി ദേഷ്യപ്പെടുമ്പോഴാണ് ഇടിമുഴങ്ങുന്നത് എന്നൊക്കെ അവർ വിശ്വസിക്കാൻ തുടങ്ങി. ഇതായിരുന്നു ആദ്യത്തെ വിശ്വാസങ്ങളുടെ തുടക്കം. പ്രകൃതിയിലെ തങ്ങൾക്ക് മനസ്സിലാവാത്ത ശക്തികളെ അവർ മനുഷ്യരെ പോലെ സങ്കല്പിക്കാൻ തുടങ്ങി. അവയ്ക്ക് ഓരോ പേരുകൾ നൽകി. ആ ശക്തികളെ പ്രീതിപ്പെടുത്തിയാൽ തങ്ങൾക്ക് നല്ലത് വരുമെന്നും ദേഷ്യപ്പെട്ടാൽ അപകടങ്ങൾ സംഭവിക്കുമെന്നും അവർ വിശ്വസിച്ചു. ഈ വിശ്വാസങ്ങൾ അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ ഒരു പുതിയ കാരണം നൽകി. അവർ ഒരേ കഥകളിൽ വിശ്വസിക്കുന്നവരായി, ഒരേ അദൃശ്യശക്തികളെ ആരാധിക്കുന്നവരായി, ഒരേ നിയമങ്ങൾ പാലിക്കുന്ന ഒരു സമൂഹമായി അവർ പതിയെ മാറാൻ തുടങ്ങി. ആ മാറ്റത്തിൻ്റെ ആദ്യത്തെ തീപ്പൊരി വീണത് ഒരു ഗുഹയുടെ മുന്നിലെ ആ തീയുടെ ചുറ്റുമിരുന്ന് അവർ പറഞ്ഞ കഥകളിൽ നിന്നായിരുന്നു. തീയുടെ ആ ഇളം ചൂടിൽ, ആ വെളിച്ചത്തിൽ അവരുടെ ഭാവനകൾക്ക് ചിറകുമുളക്കുകയായിരുന്നു. അവർ ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിച്ചു. എന്തുകൊണ്ടാണ് സൂര്യൻ എല്ലാ ദിവസവും കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തരിക്കുന്നത്? ആരാണ് രാത്രി ആകാശത്ത് ചന്ദ്രനെ കൊണ്ടുവയ്ക്കുന്നത്? മഴ പെയ്യുന്നത് എവിടെ നിന്നാണ്? ഇന്നത്തെ പോലെ ശാസ്ത്രീയമായ ഉത്തരങ്ങൾ അവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ അതിനെല്ലാം സ്വന്തമായി ഉത്തരങ്ങൾ കണ്ടെത്തി, കഥകളുടെ രൂപത്തിൽ. ഒരുപക്ഷേ അവർ ഇങ്ങനെ വിശ്വസിച്ചിരിക്കാം, പണ്ട് ആകാശത്ത് വലിയൊരു പക്ഷിയുണ്ടായിരുന്നു. ആ പക്ഷി എല്ലാ ദിവസവും തൻ്റെ സ്വർണ്ണമുട്ടയായ സൂര്യനെ ആകാശത്തിലൂടെ കൊണ്ടുപോകുന്നു. വൈകുന്നേരമാകുമ്പോൾ ആ മുട്ടയെ പടിഞ്ഞാറൻ മലനിരകളിലെ തൻ്റെ കൂട്ടിൽ കൊണ്ടുപോയി അടവയ്ക്കുന്നു. അതുകൊണ്ടാണ് രാത്രിയാകുന്നത്. ഇത് കേൾക്കുന്ന കുട്ടികളുടെ മനസ്സിൽ ആ വലിയ സ്വർണ്ണപ്പക്ഷിയുടെ ചിത്രം തെളിയും. പിറ്റേന്നു രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ അവർ ആ പക്ഷിയെ സങ്കൽപ്പിക്കും. ആ കഥ അവരുടെ ലോകത്തെ അർത്ഥമുള്ള ഒന്നാക്കി മാറ്റി. പ്രപഞ്ചം എന്നത് ക്രമമില്ലാത്ത, പേടിപ്പെടുത്തുന്ന ഒരിടമല്ലാതായി. അതിനൊരു ചിട്ടയുണ്ടെന്നും അതിന് പിന്നിൽ ചില ശക്തികളുണ്ടെന്നും അവർ വിശ്വസിച്ചു. ഈ കഥകൾ ഒരു ഗോത്രത്തെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തരാക്കി. ഒരു പുഴയുടെ തീരത്ത് താമസിക്കുന്ന ഒരു കൂട്ടമാളുകൾ വിശ്വസിച്ചത് ആ പുഴ ഒരു വലിയ പാമ്പ് ഒഴുകിപ്പോയ വഴിയാണെന്നായിരിക്കാം. ആ പാമ്പാണ് അവരുടെ ഗോത്രത്തിൻ്റെ ദൈവം. എന്നാൽ കുറച്ചപ്പുറത്തുള്ള മലമുകളിൽ താമസിക്കുന്ന മറ്റൊരു കൂട്ടർ വിശ്വസിച്ചത് ഒരു പരുന്താണ് അവരുടെ ദൈവം എന്നായിരിക്കാം. ഈ രണ്ട് ഗോത്രങ്ങളും സംസാരിക്കുന്നത് ഒരേ ഭാഷയായിരിക്കാം, കാണാൻ ഒരുപോലെയായിരിക്കാം. പക്ഷേ അവരുടെ വിശ്വാസം അവരെ രണ്ടായി തിരിച്ചു. പാമ്പിനെ ആരാധിക്കുന്നവർക്ക് തങ്ങളുടെ ദൈവം മറ്റേ ദൈവത്തെക്കാൾ ശക്തനാണെന്ന് തോന്നി.
അതൊരു നമ്മൾ അവർ എന്ന ചിന്താഗതിയുടെ തുടക്കമായിരുന്നു. ഈ വിശ്വാസം ഒരു പശ പോലെയായിരുന്നു. ഒരു ഗോത്രത്തിലെ 500-1000 ആളുകളെ ഒരുമിച്ച് നിർത്താൻ രക്തബന്ധത്തിന് മാത്രം കഴിയില്ല. നമുക്ക് പരമാവധി 100-150 ആളുകളെ വ്യക്തിപരമായി അറിയാനും അവരുമായി ഒരു സാമൂഹിക ബന്ധം നിലനിർത്താനും സാധിക്കും. അതിൽ കൂടുതൽ ആളുകളുള്ള ഒരു കൂട്ടത്തെ എങ്ങനെയാണ് നിയന്ത്രിക്കുക? അവിടെയാണ് ഈ പൊതുവായ കഥകൾ സഹായത്തിനെത്തുന്നത്. ഒരു ഗോത്രത്തിലെ ഒരംഗത്തിന് മറ്റൊരാളെ മുൻപ് കണ്ടിട്ട് പോലുമില്ലായിരിക്കാം. പക്ഷേ അവർ ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഒരേ കഥകൾ കേട്ട് വളർന്നവരാണെങ്കിൽ അവർക്കിടയിൽ ഒരു വിശ്വാസം രൂപപ്പെടും. ഇവനും എൻ്റെ ദൈവത്തെയാണ് ആരാധിക്കുന്നത്, അതുകൊണ്ട് ഇവൻ എന്നെ ചതിക്കില്ല, ഇവനെ വിശ്വസിക്കാം. ഈ വിശ്വാസമാണ് വലിയ കൂട്ടമായി ഒരുമിച്ച് വേട്ടയാടാനും ഭക്ഷണം പങ്കുവയ്ക്കാനും പുറത്തുനിന്നുള്ള ശത്രുക്കളെ ഒരുമിച്ച് നേരിടാനുമൊക്കെ അവരെ സഹായിച്ചത്. നിയാണ്ടർതാലുകൾക്ക് ഈ കഴിവുണ്ടായിരുന്നില്ല എന്ന് ചില ഗവേഷകർ കരുതുന്നു. അവർ ചെറിയ കൂട്ടങ്ങളായി തങ്ങൾക്ക് നേരിട്ടറിയാവുന്നവരെ മാത്രം വിശ്വസിച്ച് ജീവിച്ചു. ഒരു നിയാണ്ടർതാൽ കൂട്ടത്തിന് ഒരു വലിയ മാമത്തിനെ വേട്ടയാടണമെങ്കിൽ ആ കൂട്ടത്തിലുള്ള 30-40 പേര് മാത്രമേ അവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഹോമോസാപ്പിയൻസിന് 100-200 ആളുകളെ ഒരുമിച്ച് ഒരു കാര്യത്തിനായി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു. കാരണം അവർ വ്യക്തികളെ അല്ല വിശ്വസിച്ചത്, ആ വ്യക്തികളെല്ലാം വിശ്വസിക്കുന്ന പൊതുവായ ഒരു ആശയത്തെയാണ്. നമ്മുടെ ഗോത്രത്തിൻ്റെ ദൈവം നമ്മളോട് ഈ മാമത്തിനെ വേട്ടയാടാൻ കൽപ്പിച്ചിരിക്കുന്നു, വിജയിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന ചിന്ത 100 കണക്കിന് ആളുകൾക്ക് ഒരുമിച്ച് ജീവൻ പണയം വെച്ച് പോരാടാനുള്ള ധൈര്യം നൽകി. ഇതൊരു ചെറിയ കാര്യമായി തോന്നാമെങ്കിലും അതിജീവനത്തിൻ്റെ മത്സരത്തിൽ ഇതൊരു നിർണായകമായ കഴിവായിരുന്നു. വലിയ കൂട്ടങ്ങൾക്ക് കൂടുതൽ ഭക്ഷണം കണ്ടെത്താൻ കഴിഞ്ഞു, കൂടുതൽ സുരക്ഷിതമായി ജീവിക്കാൻ കഴിഞ്ഞു, ശത്രുക്കളെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞു, കൂടുതൽ കുട്ടികൾ ജീവിച്ചു, തലമുറകൾ വളർന്നു. പതിയെ പതിയെ ഹോമോസാപ്പിയൻസിൻ്റെ എണ്ണം വർദ്ധിക്കുകയും മറ്റു മനുഷ്യവർഗങ്ങൾ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷരാവുകയും ചെയ്തു. അവരുടെ കരുത്തുള്ള ശരീരമോ വലിയ മസ്തിഷ്കമോ അവരെ രക്ഷിച്ചില്ല, കാരണം അവർക്ക് കഥകളിൽ വിശ്വസിക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനെ ആ തീയുടെ ചുറ്റുമിരുന്ന കഥകൾ തുടങ്ങിയത് ലോകത്തെ മാറ്റിമറിച്ചു. അത് മനുഷ്യരെ ഒരുമിപ്പിച്ചു, നിയമങ്ങളുണ്ടാക്കി, സമൂഹങ്ങൾ സൃഷ്ടിച്ചു. കാണാൻ കഴിയാത്ത, തൊടാൻ കഴിയാത്ത ആശയങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകാൻ വരെ മനുഷ്യനെ പ്രേരിപ്പിച്ചത് ആ വിശ്വാസങ്ങളായിരുന്നു. ആ വിശ്വാസങ്ങൾ വെറും ഭാവനകളായിരുന്നില്ല, അതായിരുന്നു അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ ആയുധം. ആ കഥകൾക്ക് പതിയെ പതിയെ ജീവൻ വച്ചു തുടങ്ങി. ആ കഥാപാത്രങ്ങളെ, ആ ദൈവങ്ങളെ അവർ തങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ കോറിയിടാൻ തുടങ്ങി. അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്ന ഗുഹാചിത്രങ്ങളുടെ ലോകം. ഇരുട്ടിൽ തീയുടെ വെളിച്ചത്തിൽ അവർ കോറിയിട്ട ആ ചിത്രങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. തീയുടെ ചുറ്റുമിരുന്ന് പറഞ്ഞ ആ കഥകൾക്ക് പതിയെ പതിയെ ചിറകുകൾ മാത്രമല്ല രൂപങ്ങളും ലഭിച്ചു തുടങ്ങി. ഹോമോസാപ്പിയൻസ് തങ്ങളുടെ വിശ്വാസങ്ങളെ, തങ്ങളുടെ ലോകത്തെ, തങ്ങളുടെ ഭയങ്ങളെ ഒരു പുതിയ ക്യാൻവാസിൽ പകർത്താൻ ആരംഭിച്ചു. ആ ക്യാൻവാസ് ഗുഹകളുടെ കരിങ്കൽ ഭിത്തികളായിരുന്നു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഫ്രാൻസിലെ ലാസ്കോ ഗുഹകളോ അല്ലെങ്കിൽ സ്പെയിനിലെ അൾത്താമിറ ഗുഹകളോ പോലുള്ള ഒരിടമാണ്. ഏകദേശം 17,000 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാലം. ഒന്ന് സങ്കൽപ്പിക്കുക, ഇന്നത്തെ പോലെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ലൈറ്റുകൾ ഘടിപ്പിച്ച നടപ്പാതകളുള്ള ഒരു ഗുഹയല്ല അത്. ആ ഗുഹയുടെ പ്രവേശന കവാടം ചെറുതാണ്. അതിലൂടെ നൂഴ്ന്ന് അകത്ത് കടന്നാൽ കൂരാക്കൂരിരുട്ട് നിങ്ങളെ വിഴുങ്ങുന്നത് പോലെ തോന്നും. പുറത്തെ ലോകവുമായി ഒരു ബന്ധവുമില്ല. തണുത്ത ഈർപ്പമുള്ള വായു. നിങ്ങളുടെ കയ്യിലുള്ളത് മൃഗക്കൊഴുപ്പിൽ കത്തിച്ച ഒരു ചെറിയ പന്തം മാത്രം. അതിൻ്റെ വെളിച്ചം ഗുഹയുടെ ഭിത്തികളിൽ വിചിത്രമായ നിഴലുകൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ പാദങ്ങളുടെ ശബ്ദം പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഗുഹയിൽ പ്രതിധ്വനിക്കുന്നു. എന്തിനാണ് അവർ ഗുഹയുടെ വാതിൽക്കൽ വെളിച്ചമുള്ള ഭാഗത്തെ ചിത്രങ്ങൾ വരയ്ക്കാതെ ഇത്രയും ഉള്ളിലേക്ക്, ഈ അപകടം നിറഞ്ഞ ഇരുട്ടിലേക്ക് വന്നത്? ഈ ചോദ്യം തന്നെയാണ് പുരാവസ്തു ഗവേഷകരെ ഇന്നും കുഴക്കുന്നത്. ഇത് വെറുമൊരു അലങ്കാരപ്പണിയായിരുന്നെങ്കിൽ അവർക്കത് എല്ലാവരും കാണുന്നിടത്ത് ചെയ്യാമായിരുന്നു. പക്ഷേ അവർ തിരഞ്ഞെടുത്തത് ഗുഹയുടെ ഗർഭപാത്രം പോലെ ഇരുണ്ട, നിശബ്ദമായ, ലോകത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്ന ഇടങ്ങളാണ്.
ചിലപ്പോൾ കഷ്ടിച്ച് ഒരാൾക്ക് നൂഴ്ന്നു പോകാൻ മാത്രം കഴിയുന്ന ഇടുങ്ങിയ വഴികളിലൂടെയെല്ലാം മണിക്കൂറുകളോളം യാത്ര ചെയ്താണ് അവർ ഈ ഭിത്തികളിലേക്ക് എത്തിയിരുന്നത്. അവിടെ ആ പന്തത്തിൻ്റെ വെളിച്ചത്തിൽ ആ ഭിത്തികളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അവിടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു. ചുവന്നതും മഞ്ഞയും കറുപ്പും നിറങ്ങളിൽ ഭീമാകാരന്മാരായ കാട്ടുപോത്തുകൾ, കുതിച്ചു ചാടാൻ തയ്യാറെടുക്കുന്ന കുതിരകൾ, കൊമ്പുകുലുക്കി നിൽക്കുന്ന മാനുകൾ. ഈ ചിത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവ വെറും വരകളല്ല. ഗുഹയുടെ ഭിത്തിയിലെ സ്വാഭാവികമായ ഉയർച്ച താഴ്ചകളെയെല്ലാം അവർ ചിത്രത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നു. ഭിത്തിയിലെ ഒരു മുഴ കാട്ടുപോത്തിൻ്റെ വയറുപോലെ തോന്നുന്നെങ്കിൽ അവർ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അവിടെ വരച്ചു ചേർക്കും. അതോടെ ആ ചിത്രത്തിനൊരു ത്രിമാന രൂപം കൈവരുന്നു. പന്തത്തിൻ്റെ വെളിച്ചം അതിൽ തട്ടി വിറയ്ക്കുമ്പോൾ ആ മൃഗങ്ങൾ ശ്വാസമെടുക്കുന്നതുപോലെ ചലിക്കുന്നതുപോലെ തോന്നും. ഈ നിറങ്ങൾ അവർ എവിടെ നിന്ന് കണ്ടെത്തി? അവർ പ്രകൃതിയിലേക്ക് തന്നെ നോക്കി. ചുവന്ന നിറത്തിനു വേണ്ടി അവർ ഒരുതരം മണ്ണ് ഉപയോഗിച്ചു. അത് പൊടിച്ച് വെള്ളത്തിലോ മൃഗക്കൊഴുപ്പിലോ ചാലിച്ച് നിറമുണ്ടാക്കി. കറുപ്പ് നിറത്തിനു വേണ്ടി മരക്കരയോ മാംഗനീസ് ഓക്സൈഡോ ഉപയോഗിച്ചു. ബ്രഷുകളായി മൃഗങ്ങളുടെ രോമം കൊണ്ടുള്ള ചെറിയ കൂട്ടങ്ങളോ അല്ലെങ്കിൽ വിരലുകൾ തന്നെയോ ഉപയോഗിച്ചു. ചിലപ്പോൾ പൊടിച്ച നിറം ഒരു പൊള്ളയായ എല്ലിൻ കഷ്ണത്തിലൂടെ ഭിത്തിയിലേക്ക് ഊതിത്തെറിപ്പിച്ചും അവർ ചിത്രങ്ങളുണ്ടാക്കി. പക്ഷേ ഈ ചിത്രങ്ങളിലെല്ലാം ഒരു വിചിത്രമായ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ചുറ്റും ജീവിച്ചിരുന്ന നൂറുകണക്കിന് തരം മൃഗങ്ങളിൽ വളരെ കുറച്ചു മൃഗങ്ങളെ മാത്രമേ അവർ വരച്ചിരുന്നുള്ളൂ. പ്രധാനമായും കുതിരകൾ, കാട്ടുപോത്തുകൾ, മാമത്തുകൾ, മാനുകൾ. എന്തുകൊണ്ടാണ് അവർ തങ്ങളുടെ പ്രധാന ഭക്ഷണമായിരുന്ന മുയലുകളെയോ പക്ഷികളെയോ വരയ്ക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന മരങ്ങളോ പുഴകളോ മലകളോ വരയ്ക്കാതിരുന്നത്? അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ചിത്രങ്ങളിൽ മനുഷ്യരുടെ രൂപങ്ങൾ വളരെ വളരെ കുറവാണ്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊരു വടികൊണ്ട് വരച്ച പോലെയുള്ള വളരെ ലളിതമായ രൂപങ്ങളായിരിക്കും. മൃഗങ്ങളെ ഇത്രയധികം സൂക്ഷ്മതയോടെ ജീവസുറ്റ രീതിയിൽ വരച്ച കലാകാരന്മാർക്ക് എന്തുകൊണ്ട് മനുഷ്യരെ അതുപോലെ വരയ്ക്കാൻ കഴിഞ്ഞില്ല? അതോ അവർ മനഃപൂർവ്വം മനുഷ്യരെ പ്രാധാന്യം കുറച്ചു വരച്ചതാണോ? ചില ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വാദമുണ്ട്. ഒരുപക്ഷെ ഈ ചിത്രങ്ങൾ വെറുമൊരു കലാരൂപമായിരുന്നില്ല. അതൊരു തരം മാന്ത്രിക കർമ്മത്തിൻ്റെ ഭാഗമായിരുന്നു. വേട്ടയുടെ മാന്ത്രിക വിദ്യ. അവരുടെ വിശ്വാസം ഒരുപക്ഷെ ഇങ്ങനെയായിരുന്നിരിക്കാം: ഏത് മൃഗത്തെയാണോ നമുക്ക് വേട്ടയാടേണ്ടത് അതിൻ്റെ രൂപം ഈ ഭിത്തിയിൽ വരച്ചാൽ ആ മൃഗത്തിൻ്റെ ആത്മാവിനെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും. അതോടെ യഥാർത്ഥ വേട്ട എളുപ്പമാകും. അതുകൊണ്ടായിരിക്കാം അവർ വേട്ടയാടാൻ ആഗ്രഹിക്കുന്ന വലിയ അപകടകാരികളായ മൃഗങ്ങളെ മാത്രം വരച്ചത്. ചില ഗുഹകളിൽ ഈ മൃഗങ്ങളുടെ ചിത്രങ്ങൾക്ക് മുകളിൽ കുന്തം കൊണ്ടുള്ള പാടുകൾ കാണാം. ഒരുപക്ഷെ വേട്ടയ്ക്ക് പോകുന്നതിന് മുൻപ് ആ ഗോത്രത്തിലെ എല്ലാവരും ഈ ഗുഹയിൽ ഒരുമിച്ചുകൂടി ആ ചിത്രത്തിലെ മൃഗത്തെ വെറുതെ കുന്തം കൊണ്ട് എറിയുന്ന ഒരുതരം പരിശീലനം നടത്തിയിരുന്നിരിക്കാം. ഇതവർക്ക് ആത്മവിശ്വാസം നൽകിയിരിക്കാം. ഒരുമിച്ച് എങ്ങനെയാണ് ആ മൃഗത്തെ വളഞ്ഞ് ആക്രമിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നൽകിയിരിക്കാം. ഈ ചിത്രങ്ങൾ അവരുടെ അതിജീവനത്തിനുള്ള ഒരു ഉപകരണമായിരുന്നു, അവരുടെ പ്രാർത്ഥനയായിരുന്നു. ആ ഇരുണ്ട ഗുഹ അവർക്കൊരു ആരാധനാലയമായിരുന്നു. അവിടെ അവർ വരച്ചത് ദൈവങ്ങളെയല്ല, മറിച്ച് തങ്ങളുടെ ഭക്ഷണത്തെയും ഭയത്തെയുമായിരുന്നു. അവർ ആ ഭിത്തിയിൽ കോറിയിട്ടത് തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളായിരുന്നു. ഈ പൊതുവായ അനുഷ്ഠാനങ്ങൾ, ഈ വിശ്വാസങ്ങൾ അവരെ കൂടുതൽ ശക്തമായൊരു സമൂഹമാക്കി മാറ്റി. ഓരോ വേട്ടയും ഒരു വ്യക്തിയുടെ കഴിവല്ല, മറിച്ച് ഒരു ഗോത്രത്തിൻ്റെ കൂട്ടായ ശക്തിയുടെ വിജയമാണെന്ന് ഈ ചിത്രങ്ങൾ അവരെ ഓർമ്മിപ്പിച്ചു. എന്നാൽ വേട്ടയുടെ മാന്ത്രിക വിദ്യ എന്നത് ഒരു സാധ്യത മാത്രമാണ്. മറ്റൊരു കൂട്ടം ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിലും നിഗൂഢമായ ഒരാശയമാണ്. അവർ പറയുന്നത് ഈ ഗുഹകൾ മറ്റൊരു ലോകത്തേക്കുള്ള വാതിലുകളായിരുന്നു എന്നാണ്. നമ്മുടെ ലോകവും ആത്മാക്കളുടെയും ദൈവങ്ങളുടെയും ലോകവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു നേർത്ത പാളിയായിരുന്നു ആ ഗുഹയുടെ ഭിത്തികൾ. ആ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചവർ സാധാരണ മനുഷ്യരായിരുന്നില്ല. അവർ ഗോത്രത്തിലെ ഷാമൻ അഥവാ മന്ത്രവാദികളായിരുന്നു. ഈ ഷാമന്മാർക്ക് ആത്മാക്കളുടെ ലോകത്തേക്ക് സഞ്ചരിക്കാൻ കഴിവുണ്ടെന്ന് ആ സമൂഹം വിശ്വസിച്ചു. പ്രത്യേകതരം ചെടികൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന നൃത്തം, പാട്ട് എന്നിവയിലൂടെ സ്വയം ഒരു തരം ട്രാൻസ് അവസ്ഥയിലെത്തിച്ചോ ആണ് അവർ ഈ യാത്രകൾ നടത്തിയിരുന്നത്. ആ അവസ്ഥയിൽ
അവർ കാണുന്ന കാഴ്ചകളാണ്, ആത്മാക്കളുടെ ലോകത്ത് അവർ കണ്ടുമുട്ടുന്ന മൃഗങ്ങളുടെ രൂപങ്ങളാണ് അവർ ഈ ഗുഹയുടെ ഭിത്തികളിൽ വരച്ചുവെച്ചത്. അതുകൊണ്ടായിരിക്കാം ചില ചിത്രങ്ങൾ വിചിത്രമായിരിക്കുന്നത്. ഉദാഹരണത്തിന്, മനുഷ്യൻ്റെ ശരീരവും പക്ഷിയുടെ തലയുമുള്ള രൂപങ്ങൾ ചില ഗുഹകളിൽ കാണാം. ഇത് ഷാമൻ തൻ്റെ യാത്രയിൽ കണ്ട ഒരാത്മാവിൻ്റെ രൂപമായിരിക്കാം. ഈ കാഴ്ചപ്പാടിൽ ഗുഹ ഒരു ദേവാലയം മാത്രമല്ല, ഒരു തരം പോർട്ടൽ കൂടിയാണ്. ഗോത്രത്തിന് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ വേട്ടയ്ക്ക് പോകുന്നതിന് മുൻപ്, അതുമല്ലെങ്കിൽ രോഗങ്ങളോ വരൾച്ചയോ പോലുള്ള ദുരിതങ്ങൾ വരുമ്പോൾ ഷാമൻ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് പോകുമായിരുന്നു. ആ ഇരുട്ടിൽ, നിശബ്ദതയിൽ അദ്ദേഹം ആത്മാക്കളുമായി സംസാരിക്കുകയും അവരുടെ ഉപദേശം തേടുകയും ചെയ്യുമായിരുന്നു. ആ ഭിത്തിയിലെ മൃഗരൂപങ്ങൾ അദ്ദേഹത്തിന് വഴികാട്ടികളായിരുന്നിരിക്കാം. പുറത്ത് കാത്തിരിക്കുന്ന ഗോത്രത്തിന് ആ ഗുഹയിൽ നിന്ന് തിരിച്ചുവരുന്ന ഷാമൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകൾ പോലെയായിരുന്നു. ഇത് ആ ഷാമന് സമൂഹത്തിൽ വലിയൊരു സ്ഥാനം നൽകി, ഒപ്പം ഗോത്രത്തെ ഒന്നിച്ചു നിൽത്തുന്ന ഒരു കേന്ദ്രീകൃത അധികാരമായി മാറുകയും ചെയ്തു. ഇനി മറ്റൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാം. ഈ ഗുഹകൾ ഒരുപക്ഷെ അന്നത്തെ സ്കൂളുകളായിരുന്നിരിക്കാം. ഗോത്രത്തിലെ കുട്ടികൾക്ക് ലോകത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരിടം. വേട്ടയാടേണ്ട മൃഗങ്ങൾ ഏതൊക്കെയാണ്, അവയുടെ സ്വഭാവം എന്താണ്, അപകടകാരികളായ മൃഗങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ മുതിർന്നവർ കുട്ടികൾക്ക് ഈ ചിത്രങ്ങൾ കാണിച്ചു വിശദീകരിച്ചു കൊടുത്തിരിക്കാം. ഒരുപക്ഷെ ഒരു ആൺകുട്ടി ഒരു വേട്ടക്കാരനായി മാറുന്നതിൻ്റെ ഭാഗമായുള്ള ചില രഹസ്യമായ അനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നതും ഇവിടെയായിരിക്കാം. ആ ഇരുണ്ട ഗുഹയിലൂടെ ഭയത്തെ അതിജീവിച്ച് ആ ചിത്രങ്ങളുടെ മുന്നിലെത്തുന്നതോടെ അവനൊരു പുരുഷനായി അംഗീകരിക്കപ്പെട്ടിരിക്കാം. ഈ ചിത്രങ്ങൾക്കിടയിൽ കാണുന്ന മറ്റൊരു രഹസ്യം ചില അടയാളങ്ങളാണ്. കുറേ ഡോട്ടുകൾ, വരകൾ, ചതുരങ്ങൾ പോലുള്ള രൂപങ്ങൾ. മൃഗങ്ങളെ ഇത്രയും മനോഹരമായി വരച്ചവർ എന്തിനാണ് ഇത്തരം അടയാളങ്ങൾ വരച്ചത്? ചിലർ കരുതുന്നത് ഇത് ഒരു തരം കലണ്ടർ ആയിരിക്കാമെന്നാണ്. ഓരോ മൃഗത്തെയും ഏത് കാലത്താണ് വേട്ടയാടേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണവ. മറ്റു ചിലർ പറയുന്നു ഇത് ഓരോ ഗോത്രത്തിൻ്റെയും കയ്യൊപ്പ് പോലുള്ള ചിഹ്നങ്ങളായിരിക്കാം. ഈ സിദ്ധാന്തങ്ങളൊന്നും പൂർണ്ണമായി ശരിയെന്നോ തെറ്റെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഇതെല്ലാം ശരിയായിരിക്കാം. ഈ ഗുഹകൾ ഒരേ സമയം ആരാധനാലയവും കലാഗാലറിയും സ്കൂളും മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലവുമെല്ലാം ആയിരുന്നിരിക്കാം. ഈ ചിത്രങ്ങൾക്കിടയിൽ ഏറ്റവും നമ്മളെ സ്പർശിക്കുന്ന ഒന്നാണ് കൈപ്പത്തിയുടെ രൂപങ്ങൾ. ഭിത്തിയിൽ കൈവച്ചതിന് ശേഷം അതിനു മുകളിലൂടെ ചായം ഊതിത്തെറപ്പിച്ചുണ്ടാക്കുന്നവ. അതവരുടെ ഒപ്പാണ്. ഞാനിവിടെ ജീവിച്ചിരുന്നു എന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറമുള്ള നമ്മളോട് അവർ പറയുന്നത് പോലെ തോന്നും. ആ കൈപ്പത്തികൾ നോക്കുമ്പോൾ ആ ചിത്രങ്ങൾ വരച്ച മനുഷ്യരുടെ സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അവർ വെറും ചരിത്രപുസ്തകത്തിലെ പേരുകളില്ലാത്ത മനുഷ്യരല്ല, മറിച്ച് നമ്മളെപ്പോലെ സ്വപ്നങ്ങളും ഭയങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായിരുന്ന മനുഷ്യരായിരുന്നു. ഈ സങ്കീർണമായ ചിന്താരീതി, പ്രതീകങ്ങളിലൂടെ ആശയവിനിമയം നടത്താനുള്ള കഴിവ്, ഇല്ലാത്ത ഒന്നിനെ ഭിത്തിയിൽ വരച്ച് അതിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കാനുള്ള കഴിവ്, ഇതാണ് ഹോമോസാപ്പിയൻസിനെ മറ്റുള്ളവരിൽ നിന്ന് മുന്നോട്ട് നയിച്ചത്. നിയാൻഡർഥാലുകളും ലളിതമായ ചില കലാരൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്രയും വിപുലവും സങ്കീർണവുമായ ഒരു പ്രതീകാത്മക ലോകം അവർക്കുണ്ടായിരുന്നില്ല. ഹോമോസാപ്പിയൻസിൻ്റെ ലോകം വെറും കല്ലും മണ്ണും മൃഗങ്ങളും മാത്രമായിരുന്നില്ല. അവരുടെ ലോകത്ത് ആത്മാക്കളുണ്ടായിരുന്നു, ദൈവങ്ങളുണ്ടായിരുന്നു, നിയമങ്ങളുണ്ടായിരുന്നു. ആ നിയമങ്ങൾ കല്ലിൽ കൊത്തിവെച്ചവയായിരുന്നില്ല, മറിച്ച് അവരുടെ മനസ്സിൽ രൂപപ്പെട്ട അദൃശ്യമായ ചങ്ങലകളായിരുന്നു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ആ അദൃശ്യമായ ചങ്ങലകൾ എങ്ങനെയാണ് ഒരു സമൂഹത്തെ നിയന്ത്രിച്ചത് എന്നാണ്. ഗുഹയുടെ ഇരുണ്ട നിഗൂഢമായ ലോകത്തു നിന്ന് നമുക്ക് പുറത്തേക്ക് വരാം. പന്തത്തിൻ്റെ വെളിച്ചത്തിൽ ചലിക്കുന്നത് പോലെ തോന്നിയ ആ മൃഗരൂപങ്ങളെ തൽക്കാലം മറക്കാം. പുറത്ത് പകൽ വെളിച്ചത്തിൽ ഒരു നദിയുടെ തീരത്ത് ജീവിക്കുന്ന ഒരു ഹോമോസാപ്പിയൻസ് ഗോത്രത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 100, 200, ഒരുപക്ഷെ 300 ആളുകൾ വരെയുള്ള ഒരു വലിയ കൂട്ടം. കുട്ടികൾ നദിക്കരയിൽ ഓടിക്കളിക്കുന്നു. കുറച്ച് സ്ത്രീകൾ ചെടികളുടെ കിഴങ്ങുകൾ ശേഖരിക്കുന്നു. പുരുഷന്മാർ നാളത്തെ വേട്ടയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു.
കാഴ്ചയിൽ ഇതൊരു സമാധാനപരമായ അന്തരീക്ഷം പോലെ തോന്നാം. പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഇത്രയും വലിയൊരു കൂട്ടം എങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കുന്നത്? ഇവരെ ഭരിക്കാൻ ഒരു രാജാവില്ല, നിയമങ്ങളെ എഴുതിവെച്ച ഒരു പുസ്തകമില്ല, തെറ്റു ചെയ്യുന്നവരെ പിടികൂടാൻ പോലീസില്ല, ശിക്ഷിക്കാൻ കോടതികളുമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ പരസ്പരം കഴുത്തറുത്ത് കൊല്ലുകയോ മറ്റുള്ളവരുടെ ഭക്ഷണം മോഷ്ടിക്കുകയോ ഇഷ്ടമുള്ളവരെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുകയോ ചെയ്യാത്തത്? മൃഗങ്ങളുടെ ലോകത്ത് ഒരു കൂട്ടത്തിൻ്റെ നിയമമെന്നത് ഏറ്റവും ശക്തനായവൻ്റെ നിയമമാണ്. ഒരു സിംഹക്കൂട്ടത്തിൽ ഏറ്റവും കരുത്തനായ ആൺസിംഹമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മറ്റുള്ളവയെല്ലാം അവനെ അനുസരിക്കുന്നു. എന്നാൽ ഇവിടെ ഈ ഹോമോസാപ്പിയൻസ് കൂട്ടത്തിൽ ശാരീരികമായ ശക്തി മാത്രമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരെ ഒരുമിച്ച് നിർത്തുന്നത്, അവർ പോലും അറിയാതെ അവരെ നിയന്ത്രിക്കുന്നത് ചില അദൃശ്യമായ ചങ്ങലകളാണ്. ആ ചങ്ങലകൾ ഇരുമ്പുകൊണ്ടുണ്ടാക്കിയവയല്ല, അവ നിർമ്മിച്ചിരിക്കുന്നത് വിശ്വാസം കൊണ്ടാണ്. തലമുറകളായി അവർ കേട്ടുവളർന്ന കഥകൾ കൊണ്ടാണ്. ഗുഹയുടെ ഭിത്തിയിൽ അവർ വരച്ച അതേ വിശ്വാസങ്ങൾ, തീയുടെ ചുറ്റുമിരുന്ന് അവർ പറഞ്ഞ അതേ കഥകൾ ഇപ്പോൾ അവരുടെ സമൂഹത്തിൻ്റെ നിയമങ്ങളായി മാറിയിരിക്കുന്നു. ഉദാഹരണത്തിന്, ആ ഗോത്രത്തിലൊരു നിയമമുണ്ട്: ആരും മൂങ്ങയെ വേട്ടയാടി തിന്നാൻ പാടില്ല. എന്തുകൊണ്ട്? മൂങ്ങയ്ക്ക് രുചിയില്ലാത്തതുകൊണ്ടോ അതിനെ പിടിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടോ അല്ല, മറിച്ച് അവരുടെ വിശ്വാസമനുസരിച്ച് മൂങ്ങ എന്നത് പണ്ടു മരിച്ചുപോയ അവരുടെ പൂർവികരുടെ ആത്മാക്കളെ വഹിക്കുന്ന ഒരു പക്ഷിയാണ്. മൂങ്ങയെ കൊന്നാൽ പൂർവികർ കോപിക്കും. അവരുടെ കോപം കാരണം ഗോത്രത്തിൽ മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കും, അല്ലെങ്കിൽ അടുത്ത വേട്ടയിൽ ആർക്കും ഒന്നും കിട്ടാതെയാകും. ഇനി ഗോത്രത്തിലെ ഒരു ചെറുപ്പക്കാരൻ അതിയായ വിശപ്പ് കാരണം ആരും കാണുന്നില്ലെന്ന് കരുതി ഒരു മൂങ്ങയെ അമ്പെയ്തു വീഴ്ത്തിയെന്ന് സങ്കൽപ്പിക്കുക. അവനത് രഹസ്യമായി ഭക്ഷിക്കുകയും ചെയ്തു. അവനെ ആരും കണ്ടിട്ടില്ല. അവനെ ശിക്ഷിക്കാൻ ഒരു രാജാവും വരുന്നില്ല. പക്ഷേ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഗോത്രത്തിലെ ഒരു കുട്ടിക്ക് അസുഖം വരുന്നു. പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ ഭയം നിറയും. പൂർവികർ കോപിച്ചിരിക്കുന്നു. നമ്മളിൽ ആരോ നിയമം തെറ്റിച്ചിരിക്കുന്നു. അവർ പരസ്പരം സംശയത്തോടെ നോക്കാൻ തുടങ്ങും. മൂങ്ങയെ കൊന്ന ആ ചെറുപ്പക്കാരൻ എന്തു തോന്നും? അവൻ്റെ ഉള്ളിൽ കുറ്റബോധം നിറയും. ഞാൻ കാരണമാണ് ആ കുട്ടിക്ക് അസുഖം വന്നത്. ആ കുറ്റബോധം അവനെ വേട്ടയാടും. ഒരുപക്ഷെ അവൻ ഗോത്രത്തലവൻ്റെ മുന്നിൽ വന്ന് കുറ്റം ഏറ്റുപറഞ്ഞേക്കാം. അല്ലെങ്കിൽ ആ രഹസ്യം ഉള്ളിലൊതുക്കി പൂർവികരുടെ ശാപം തൻ്റെ ജീവിതകാലം മുഴുവൻ പിന്തുടരുമെന്ന് ഭയന്ന് അവൻ ജീവിക്കും. ഇവിടെ അവനെ ശിക്ഷിച്ചത് ഒരു നിയമവ്യവസ്ഥയല്ല, അവൻ്റെ ഉള്ളിലെ വിശ്വാസമാണ്. അതിലും വലിയ ശിക്ഷ സമൂഹം നൽകുന്നതാണ്. ആരെങ്കിലും നിയമം തെറ്റിച്ചെന്ന് ഗോത്രത്തിന് ബോധ്യമായാൽ അവർ അവനെ ഒറ്റപ്പെടുത്തും. ആരും അവനോട് സംസാരിക്കില്ല. വേട്ടയാടിയ മാംസത്തിൻ്റെ പങ്ക് അവന് നൽകില്ല. തീയുടെ ചുറ്റുമിരിക്കാൻ അവനെ അനുവദിക്കില്ല. ഒരു സാമൂഹിക ജീവിയായ മനുഷ്യന് ഒറ്റപ്പെടലെന്നത് മരണത്തേക്കാൾ ഭയാനകമായ ശിക്ഷയാണ്. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും ആ നിയമങ്ങൾ അനുസരിക്കും. ഇവിടെ നിയമം നടപ്പാക്കുന്നത് ഒരു അധികാര കേന്ദ്രമല്ല, സമൂഹം ഒന്നടങ്കമാണ്. ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ നിയമപാലകനായി മാറുന്നു. ഇതുപോലെ നൂറുകണക്കിന് അലിഖിത നിയമങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഏതുതരം ഭക്ഷണം കഴിക്കാം, ഏതുതരം കഴിക്കാൻ പാടില്ല, ആരെ വിവാഹം കഴിക്കാം, ആരെ വിവാഹം കഴിക്കാൻ പാടില്ല, ഗോത്രത്തിലെ ഓരോരുത്തർക്കും എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഇതെല്ലാം തീരുമാനിച്ചത് അവരുടെ പൊതുവായ വിശ്വാസങ്ങളായിരുന്നു. നമ്മുടെ ഗോത്രത്തിൻ്റെ ദൈവം ഒരു പരുന്താണ്. അതുകൊണ്ട് പരുന്തിൻ്റെ കുലത്തിൽപ്പെട്ട സ്ത്രീകളെ നമ്മൾ വിവാഹം കഴിക്കാൻ പാടില്ല. അത് ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ ഒരു വിശ്വാസം ഒരേ രക്തത്തിൽപ്പെട്ടവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കാൻ അവരെ സഹായിച്ചിരിക്കാം. ഇതിന് ശാസ്ത്രീയമായ കാരണങ്ങളുണ്ടെന്ന് അവർക്കറിയില്ലായിരുന്നു. അവർക്കത് ഒരു ദൈവിക നിയമം മാത്രമായിരുന്നു. ഈ അദൃശ്യമായ ചങ്ങലകൾ, ഈ നിയമങ്ങൾ അവരെ വെറുതെ നിയന്ത്രിക്കുക മാത്രമല്ല ചെയ്തത്, അത് അവർക്കൊരു ഐഡന്റിറ്റി, ഒരു വ്യക്തിത്വം നൽകി. ഞങ്ങൾ മൂങ്ങയെ തിന്നാത്തവരാണ്, ഞങ്ങൾ പരുന്തുകുലത്തിൽ നിന്ന് വിവാഹം കഴിക്കാത്തവരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്. ഈ ചിന്ത അവരെ കൂടുതൽ ഒരുമിപ്പിച്ചു. തങ്ങളുടെ ഗോത്രം മറ്റുള്ളവരേക്കാൾ ശ്രേഷ്ഠമാണെന്ന ഒരു ബോധം അവരിലുണ്ടാക്കി. ഒരു പൊതുവായ ശത്രുവിനെതിരെ പോരാടേണ്ടി വരുമ്പോൾ ഈ നമ്മൾ എന്ന ചിന്ത അവർക്ക് വലിയ ആത്മബലം നൽകി. ഈ നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ അവർ തങ്ങളുടെ ഗോത്രത്തോട്, തങ്ങളുടെ ദൈവങ്ങളോട്, തങ്ങളുടെ പൂർവികരോട് കൂറു പുലർത്തുകയായിരുന്നു. അതായിരുന്നു ആ സമൂഹത്തിൻ്റെ അടിസ്ഥാന ശിഖ. ഈ നിയമങ്ങൾ സാമൂഹികമായ കെട്ടുറപ്പിനു മാത്രമല്ല, അതിജീവനത്തിനുള്ള പ്രായോഗികമായ വഴികൾക്കും രൂപം നൽകി.
ഉദാഹരണത്തിന്, ആ നദിയിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. ഗോത്രത്തിലെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി മത്സ്യം പിടിക്കാം. അങ്ങനെയാണെങ്കിൽ സ്വാർത്ഥനായ ഒരാൾക്ക് അല്ലെങ്കിൽ കൂടുതൽ കഴിവുള്ള ഒരാൾക്ക് ആവശ്യത്തിലധികം മത്സ്യങ്ങളെ പിടിച്ച് സ്വന്തമായി സൂക്ഷിക്കാൻ ശ്രമിച്ചുകൂടെ? മറ്റുള്ളവർക്ക് മത്സ്യം കിട്ടാതെ വന്നാൽ അത് ഗോത്രത്തിൽ വലിയൊരു വഴക്കിന് കാരണമാകില്ലേ? ഇവിടെയാണ് അവരുടെ വിശ്വാസം വീണ്ടും സഹായത്തിനെത്തുന്നത്. അവർ വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയായിരിക്കാം: ഈ നദി നമ്മുടേതല്ല, ഇത് നദിയുടെ അമ്മ എന്നൊരു ദേവതയുടേതാണ്. ആ ദേവതയാണ് നമുക്ക് സ്നേഹത്തോടെ മത്സ്യങ്ങളെ തരുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ ദേവത സന്തോഷിക്കും, നദിയിൽ എപ്പോഴും നിറയെ മത്സ്യങ്ങളുണ്ടാകും. എന്നാൽ ആരെങ്കിലും ആർത്തി കാണിച്ച് ആവശ്യത്തിലധികം മത്സ്യങ്ങളെ പിടിച്ചാൽ ദേവത കോപിക്കും. ആ കോപം കാരണം നദി വറ്റിപ്പോവുകയോ അല്ലെങ്കിൽ മത്സ്യങ്ങളെല്ലാം അപ്രത്യക്ഷമാവുകയോ ചെയ്യും. ഈ കഥ കേട്ട് വളർന്ന ഒരാൾ ആവശ്യത്തിലധികം മത്സ്യം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു നിമിഷം ശങ്കിക്കും. അവൻ്റെ മനസ്സിൽ നദിയുടെ അമ്മയുടെ കോപിച്ച മുഖം തെളിയും. ഗോത്രത്തിലെ മറ്റുള്ളവരുടെ പട്ടിണിയല്ല, മറിച്ച് ആ അദൃശ്യമായ ദേവതയുടെ കോപമാണ് അവനെ ഭയപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു പോലീസ് സംവിധാനവുമില്ലാതെ പ്രകൃതി വിഭവങ്ങളെ സുസ്ഥിരമായി എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് ഒരു നിയമം ആ സമൂഹം നടപ്പിലാക്കുകയായിരുന്നു. ആ നിയമം എല്ലാവരും അനുസരിച്ചു, കാരണം ആ നിയമം ലംഘിച്ചാൽ ശിക്ഷ നൽകുന്നത് മനുഷ്യരല്ല, ദൈവമാണ് എന്നവർ വിശ്വസിച്ചു. ഇനി ആരാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയത്? ആരായിരുന്നു അന്നത്തെ ന്യായാധിപന്മാർ? അവിടെയും ശാരീരിക ശക്തിക്കായിരുന്നില്ല പ്രാധാന്യം. ഗോത്രത്തിലെ ഏറ്റവും പ്രായം ചെന്നയാൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഥകളും അറിവുകളും ഓർത്തുവെക്കുന്നയാൾ ഒരു പ്രധാനിയായി മാറും. എന്തെങ്കിലും തർക്കമുണ്ടാകുമ്പോൾ ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും. അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് പൂർവികർ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്, നമ്മുടെ ദൈവങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് എന്നെല്ലാം പറഞ്ഞ് ആ തർക്കം പരിഹരിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എല്ലാവരും വില കൽപ്പിച്ചിരുന്നു, കാരണം അദ്ദേഹമാണ് ആ ഗോത്രത്തിൻ്റെ ഓർമ്മ സൂക്ഷിപ്പുകാരൻ. അതുപോലെ ഗുഹയിൽ ചിത്രങ്ങൾ വരച്ച ആത്മാക്കളോട് സംസാരിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഷാമനും വലിയ അധികാരമുണ്ടായിരുന്നു. ഗോത്രത്തിൽ പുതിയൊരു നിയമം കൊണ്ടുവരണമെങ്കിൽ ഷാമന് ഇങ്ങനെ പറയാൻ സാധിക്കുമായിരുന്നു: ഇന്നലെ രാത്രി ഞാൻ ആത്മാക്കളുടെ ലോകത്തേക്ക് പോയിരുന്നു. നമ്മുടെ പൂർവീകർ എന്നോട് സംസാരിച്ചു. അവർ പറഞ്ഞത് ഇനി മുതൽ നമ്മൾ കിഴക്കോട്ട് ദർശനമുള്ള ഗുഹകളിൽ മാത്രമേ താമസിക്കാൻ പാടുള്ളൂ എന്നാണ്. ഇത് ഷാമന്റെ സ്വന്തം അഭിപ്രായമായിരിക്കാം. ഒരുപക്ഷെ കിഴക്കോട്ട് ദർശനമുള്ള ഗുഹകൾക്ക് കൂടുതൽ സൂര്യപ്രകാശം കിട്ടുമെന്നോ കാറ്റിൽ നിന്ന് കൂടുതൽ സംരക്ഷണം കിട്ടുമെന്നോ ഉള്ള പ്രായോഗികമായ അറിവ് അദ്ദേഹത്തിനുണ്ടായിരിക്കാം. പക്ഷെ അത് എൻ്റെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്നതിന് പകരം ദൈവത്തിൻ്റെ കൽപ്പന ഇതാണ് എന്ന് പറയുമ്പോൾ ആരും അതിനെ ചോദ്യം ചെയ്യില്ല. എല്ലാവരും അത് നിരുപാധികമായി അനുസരിക്കും. ഇവിടെയാണ് ഹോമോസാപ്പിയൻസ് മറ്റു മനുഷ്യവർഗങ്ങളിൽ നിന്ന് വഴിപിരിഞ്ഞത്. ഒരു നിയാൻഡർത്താൽ കൂട്ടത്തിന് പരസ്പരം സഹകരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അത് തങ്ങൾക്ക് നേരിട്ടറിയാവുന്ന വിശ്വാസമുള്ള കുറച്ചുപേരുമായി മാത്രമായിരുന്നു. എന്നാൽ ഹോമോസാപ്പിയൻസിന് മുൻപരിചയമില്ലാത്ത നൂറുകണക്കിന് ആളുകളുമായി സഹകരിക്കാൻ കഴിഞ്ഞു. കാരണം അവർ സഹകരിച്ചത് വ്യക്തികളോടായിരുന്നില്ല. ആ വ്യക്തികളെല്ലാം ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു പൊതുവായ ആശയത്തോടായിരുന്നു. നദിയുടെ അമ്മ, പൂർവികരുടെ ആത്മാക്കൾ, ഗോത്രത്തിൻ്റെ ദൈവം, ഇങ്ങനെയുള്ള കെട്ടുകഥകളായിരുന്നു അവരുടെ സഹകരണത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെ ഹോമോസാപ്പിയൻസ് 2 ലോകങ്ങളിൽ ഒരേ സമയം ജീവിക്കാൻ തുടങ്ങി. ഒന്ന്, നമുക്ക് കാണാനും തൊടാനും കഴിയുന്ന യഥാർത്ഥ ലോകം, പുഴകളും മരങ്ങളും മൃഗങ്ങളും നിറഞ്ഞ ലോകം. 2, അവരുടെ ഭാവനയിലുള്ള ഒരു ലോകം, ദൈവങ്ങളും ആത്മാക്കളും നിയമങ്ങളും വിലക്കുകളും നിറഞ്ഞൊരു ലോകം. കാലം കഴിയുന്തോറും ഈ രണ്ടാമത്തെ ലോകം, അതായത് ഭാവനയുടെ ലോകം, കൂടുതൽ ശക്തമായി വന്നു. അവരുടെ പ്രവൃത്തികളെ നിയന്ത്രിച്ചത് യഥാർത്ഥ ലോകത്തിലെ സാഹചര്യങ്ങളെക്കാൾ കൂടുതൽ ഈ ഭാവനയുടെ ലോകത്തിലെ നിയമങ്ങളായിരുന്നു. ഈ കഴിവ് ഹോമോസാപ്പിയൻസിന് മാത്രം സ്വന്തമായിരുന്നു. ഒരു ചിമ്പാൻസിക്ക് ഒരു കല്ലെടുത്ത് ശത്രുവിനെ എറിയാനറിയാം. പക്ഷേ ഒരു കല്ലെടുത്ത് ഇതെൻ്റെ ദൈവമാണ്, ഇതിനെ ആരാധിച്ചാൽ എനിക്ക് നല്ലത് വരുമെന്ന് വിശ്വസിക്കാൻ അതിന് കഴിയില്ല. ആ വിശ്വാസമാണ് നമ്മളെ ഇന്നത്തെ നമ്മളാക്കി മാറ്റിയതിൻ്റെ ആദ്യപടി. ഈ വിശ്വാസങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളെ മാത്രമല്ല നിയന്ത്രിച്ചത്, മരിച്ചുപോയവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും അവർക്ക് ശക്തമായ സങ്കല്പങ്ങളുണ്ടായിരുന്നു. ആ സങ്കല്പങ്ങൾ അവരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചുവെന്നാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. മരിച്ചവരുടെ ലോകത്തേക്കുള്ള ഒരു യാത്ര.
നമ്മൾ ഇതുവരെ കണ്ടത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ലോകമാണ്. അവരുടെ നിയമങ്ങൾ, വിശ്വാസങ്ങൾ, കലകൾ. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് നിശബ്ദമായ, നിഗൂഢമായ മറ്റൊരു ലോകത്തേക്കാണ്. മരിച്ചവരുടെ ലോകം. ഒരു ജീവൻ ശരീരത്തിൽ നിന്ന് പറന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മുടെ പൂർവികർക്ക് ശക്തമായ ധാരണകളുണ്ടായിരുന്നു. ആ ധാരണകൾ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. നമുക്ക് ഏകദേശം 40,000 വർഷം പുറകിലേക്ക് പോകാം. ഇന്നത്തെ റഷ്യയുടെ ഭാഗമായ സുൻഗിർ എന്ന സ്ഥലത്തേക്ക്. കൊടും തണുപ്പുള്ള ഒരിടം. അവിടെ അന്നത്തെ പുരാവസ്തു ഗവേഷകർ ഒരു പഴയ ഹോമോസാപ്പിയൻസ് ശ്മശാനം കണ്ടെത്തുന്നു. അതിലൊരു കാഴ്ച അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ഏകദേശം 50 വയസ്സ് തോന്നിക്കുന്ന ഒരാളുടെ അസ്ഥികൂടം. സാധാരണഗതിയിൽ ആ കാലഘട്ടത്തിൽ 50 വയസ്സുവരെ ജീവിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന രീതിയിലാണ് പ്രത്യേകതയിരിക്കുന്നത്. വെറുതെ ഒരു കുഴിയെടുത്ത് മൂടിയതല്ല. ആ അസ്ഥികൂടത്തിൽ നിറയെ ആയിരക്കണക്കിന് മുത്തുകൾ തുന്നിച്ചേർത്ത ഒരു വസ്ത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. ആ മുത്തുകൾ മാമത്തിൻ്റെ കൊമ്പിൽ നിന്ന് കൊത്തിയെടുത്തവയാണ്. ഓരോ മുത്തുമുണ്ടാക്കാൻ ഒരുപാട് സമയവും കഠിനാധ്വാനവും വേണ്ടിവരും. ഏകദേശം 3000-ഓളം മുത്തുകളാണ് ആ വസ്ത്രത്തിലുണ്ടായിരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു മുത്തുണ്ടാക്കാൻ 1 മണിക്കൂർ എടുത്താൽ പോലും ആ വസ്ത്രം മുഴുവൻ തയ്യാറാക്കാൻ 3000 മണിക്കൂർ വേണം. അത്രയും വിലപിടിപ്പുള്ള ഒന്ന് എന്തിനാണ് അവർ മരിച്ചുപോയ ഒരാളുടെ കൂടെ കുഴിച്ചു മൂടുന്നത്? അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു തരം കിരീടം പോലെ കുറുക്കൻ്റെ പല്ലുകൾ കോർത്ത ഒരു മാലയുണ്ടായിരുന്നു. കൈകളിൽ മാമത്ത് കൊമ്പുകൊണ്ടുള്ള വളകളും. ഇത് കാണിക്കുന്നത് ഈ വ്യക്തി ആ ഗോത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു എന്നാണ്. ഒരുപക്ഷെ ഗോത്രത്തലവനോ അല്ലെങ്കിൽ ശക്തനായ ഒരു ശാമനോ ആയിരുന്നിരിക്കാം. പക്ഷെ അതിലപ്പുറം മറ്റൊരു കാര്യം കൂടി ഇത് നമ്മളോട് പറയുന്നുണ്ട്. മരണം എന്നത് ഒരു അവസാനമല്ല എന്നവർ വിശ്വസിച്ചിരുന്നു. മറ്റൊരു ലോകത്തേക്കുള്ള ഒരു യാത്രയുടെ തുടക്കം മാത്രമാണ് മരണം എന്നവർ കരുതി. ആ യാത്രയിൽ അദ്ദേഹത്തിന് നല്ലൊരു വസ്ത്രം വേണ്ടിവരും, ആയുധങ്ങൾ വേണ്ടിവരും, ഒരുപക്ഷെ ഭക്ഷണവും വേണ്ടിവരും. അതുകൊണ്ടാണ് അവർ ഇത്രയും വിലപ്പെട്ട വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ അടക്കം ചെയ്തത്. ഒരുപക്ഷെ അവർ വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയാവാം: നമ്മുടെ തലവൻ ഇപ്പോൾ പൂർവികരുടെ ലോകത്തേക്ക് യാത്ര തുടങ്ങുകയാണ്. അവിടെ എത്തുമ്പോൾ അദ്ദേഹം നമ്മുടെ ഗോത്രത്തെ പ്രതിനിധീകരിക്കും. അതുകൊണ്ട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അവിടെ എത്തണം. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ പുരാതന ശവകുടീരങ്ങളിൽ സമാനമായ കാര്യങ്ങൾ കാണാൻ കഴിയും. ചിലയിടങ്ങളിൽ മൃതദേഹത്തിൻ്റെ കൂടെ ആയുധങ്ങൾ വെച്ചിരിക്കുന്നു. മറ്റു ചിലയിടങ്ങളിൽ മൃഗങ്ങളുടെ എല്ലുകൾ. ഒരുപക്ഷെ മരണാനന്തര ജീവിതത്തിൽ കഴിക്കാനുള്ള ഭക്ഷണമായിരിക്കാം അത്. ചില മൃതദേഹങ്ങളെ ചുവന്ന മണ്ണ് പൂശിയിരിക്കുന്നതായി കാണാം. ചുവപ്പ് എന്നത് രക്തത്തിൻ്റെ, ജീവന്റെ നിറമാണ്. ഒരുപക്ഷെ അടുത്ത ലോകത്ത് അയാൾക്ക് വീണ്ടും ജീവൻ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കാം അത്. ഈ ശവസംസ്കാര ചടങ്ങുകൾ വെറുമൊരു വിശ്വാസത്തിൻ്റെ ഭാഗം മാത്രമായിരുന്നില്ല. അതിന് ശക്തമായ സാമൂഹിക പ്രത്യാഘാതങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഗോത്രത്തലവൻ മരിക്കുമ്പോൾ ഗോത്രം മുഴുവൻ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവരൊരുമിച്ച് ആ ശവകുടീരം തയ്യാറാക്കുന്നു. എല്ലാവരും ചേർന്ന് മാമത്ത് കൊമ്പിൽ മുത്തുകൾ കൊത്തിയുണ്ടാക്കുന്നു. ആഴ്ചകളോ മാസങ്ങളോ നീണ്ടുനിന്നേക്കാവുന്ന ഒരു പ്രവൃത്തിയാണത്. ഈ ഒരുമിച്ച് പ്രവർത്തിക്കൽ അവരുടെ ഇടയിലുള്ള ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു. നമ്മളെല്ലാം ഒരേ പൂർവികരുടെ മക്കളാണ്, നമ്മളെല്ലാം ഒരു കുടുംബമാണ് എന്ന ചിന്ത അത് ഊട്ടിയുറപ്പിക്കുന്നു. കൂടാതെ ഇത്രയും ആർഭാടമായി ഗോത്രത്തലവനെ അടക്കം ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട്. നോക്കൂ, ഇതാണ് നമ്മുടെ തലവന് നമ്മൾ നൽകുന്ന ബഹുമാനം. അതുകൊണ്ട് ഇപ്പോഴുള്ള പുതിയ തലവനെയും നിങ്ങൾ ഇതുപോലെ ബഹുമാനിക്കണം, അനുസരിക്കണം എന്ന്. ഇത് സമൂഹത്തിലെ അധികാര ശ്രേണിയെ നിലനിർത്താൻ സഹായിക്കുന്നു. ആർക്കാണ് അധികാരം, ആരെയാണ് അനുസരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അലിഖിത നിയമമായി ഈ ചടങ്ങുകൾ മാറുന്നു. നിയാൻഡർതാലുകളും മരിച്ചവരെ അടക്കം ചെയ്തിരുന്നതായി ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിത്രയും സങ്കീർണമായ ചടങ്ങുകളോടുകൂടിയായിരുന്നോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നു. ഹോമോസാപ്പിയൻസിനെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതം എന്നത് ഒരു ഭാവനയായിരുന്നില്ല, അതൊരു യാഥാർത്ഥ്യമായിരുന്നു. ആ യാഥാർത്ഥ്യം അവരുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിച്ചു. അവർ നിയമങ്ങൾ അനുസരിച്ചത് ഈ ജീവിതത്തിൽ മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാലും തങ്ങൾക്ക് വിധി നേരിടേണ്ടി വരും എന്ന ഭയം കൊണ്ടുകൂടിയായിരിക്കാം. ഈ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ പൂർവികരുടെ ലോകത്ത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. തെറ്റുകളാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ദുരിതമായിരിക്കും ഫലം.
ഈ ചിന്ത അവരെ നല്ല സാമൂഹിക ജീവികളായി ജീവിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്ത് വലിയൊരു ശക്തിയായി മാറി. അവരെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും പൂർവികരുടെ ആത്മാക്കൾ എപ്പോഴും തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് സാപ്പിയൻസ് വിശ്വസിച്ചു. അവർ വേട്ടയ്ക്ക് പോകുമ്പോൾ പൂർവികരുടെ അനുഗ്രഹം തേടി. എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുൻപ് പൂർവികരുടെ അഭിപ്രായം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു. പൂർവികരെ ആരാധിക്കുന്നത് ഗോത്രത്തിന്റെ ഒരു പ്രധാന ചടങ്ങായി മാറി. ഇത് തലമുറകൾ തമ്മിലുള്ള ഒരു അദൃശ്യമായ കണ്ണിയായി പ്രവർത്തിച്ചു. തങ്ങൾ ഒരു വലിയ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും തങ്ങൾക്ക് മുൻപേ നടന്ന ഒരുപാട് പേരുടെ തുടർച്ചയാണ് തങ്ങളെന്നും ഈ വിശ്വാസം അവരെ ഓർമ്മിപ്പിച്ചു. പൂർവികരോടുള്ള ഈ ആരാധന വെറും ബഹുമാനത്തിൽ ഒതുങ്ങിയില്ല. അതിൽ ഭയത്തിന്റെ ഒരു അംശം കൂടി ഉണ്ടായിരുന്നു. എല്ലാ ആത്മാക്കളും നല്ലവരായിരിക്കില്ല എന്നവർ വിശ്വസിച്ചു. ശരിയായ രീതിയിൽ അടക്കം ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ ജീവിതകാലത്ത് ആരോടെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ആത്മാക്കൾ ശാന്തി കിട്ടാതെ അലഞ്ഞു നടക്കുമെന്നും ജീവിച്ചിരിക്കുന്നവരെ ഉപദ്രവിക്കുമെന്നും അവർ ഭയന്നു. ഈ ഭയമാണ് ശവസംസ്കാര ചടങ്ങുകളെ കൂടുതൽ സങ്കീർണമാക്കിയത്. ഓരോ ഗോത്രത്തിനും അതിൻ്റേതായ കൃത്യമായ നിയമങ്ങളുണ്ടായിരുന്നു. മൃതദേഹം എങ്ങനെ കുളിപ്പിക്കണം, ഏത് ദിശയിലേക്ക് തലവെച്ച് കിടത്തണം, എന്തൊക്കെ വസ്തുക്കൾ കൂടെ വയ്ക്കണം, എന്തുതരം പ്രാർത്ഥനകൾ ചൊല്ലണം എന്നതിനെക്കുറിച്ചെല്ലാം. ഈ നിയമങ്ങൾ തെറ്റിച്ചാൽ മരിച്ചയാളുടെ ആത്മാവ് ഒരു ദുർമന്ത്രവാദിയായി തിരികെ വന്ന് ഗോത്രത്തെ വേട്ടയാടുമെന്ന് അവർ കരുതി. അതുകൊണ്ട് ഒരു മരണം നടന്നാൽ ആ വ്യക്തിയോട് ആർക്കെങ്കിലും ദേഷ്യമോ വിദ്വേഷമോ ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാവരും ചേർന്ന് ആ ചടങ്ങുകൾ ഭംഗിയായി നടത്തും. അത് മരിച്ചയാളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, തങ്ങളുടെ സ്വന്തം സുരക്ഷയോർത്തുകൂടിയാണ്. ഇത് വ്യക്തിപരമായ പ്രശ്നങ്ങളെ മറന്ന് ഒരു സമൂഹമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവരെ നിർബന്ധിതരാക്കി. നമ്മളിപ്പോൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഒരു പ്രേതം നമ്മളെ വേട്ടയാടാൻ വരുമെന്ന ചിന്ത ഏറ്റവും വലിയ ശത്രുക്കളെപ്പോലും ഒരുമിപ്പിക്കുന്ന ഒരു ഘടകമായി മാറി. ചില പുരാതന താമസ സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് ഇന്നത്തെ തുർക്കിയിലുള്ള ചക്ടാൽ ഹുയൂക്ക് പോലുള്ള സ്ഥലങ്ങളിൽ, വീടുകളുടെ തറക്കടിയിൽ നിന്നാണ് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അവർ മരിച്ചവരെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി അടക്കം ചെയ്യുന്നതിന് പകരം തങ്ങൾ ജീവിക്കുന്ന വീടിൻ്റെ തറക്കടിയിൽ തന്നെ അടക്കി. എന്തിനായിരിക്കും അവർ അങ്ങനെ ചെയ്തത്? ഒരുപക്ഷേ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ സാമീപ്യം അവർ എപ്പോഴും ആഗ്രഹിച്ചിരുന്നിരിക്കാം. ആ പൂർവികരുടെ ആത്മാക്കൾ തങ്ങളുടെ വീടിനൊരു കാവലായി നിൽക്കുമെന്നവർ വിശ്വസിച്ചിരിക്കാം. അതോടൊപ്പം അത് ജീവിച്ചിരിക്കുന്നവർക്കൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. തറയുടെ തൊട്ടുതാഴെ നിങ്ങളുടെ മുതുമുത്തച്ഛൻ ഉറങ്ങുന്നുണ്ടെന്നറിയുമ്പോൾ ആ വീട്ടിൽ വെച്ചൊരു തെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മടി തോന്നും. പൂർവികൾ സ്ഥാപിച്ച നിയമങ്ങൾ ലംഘിക്കാൻ നിങ്ങൾ ഭയക്കും. ഈ ശവസംസ്കാര രീതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വശം അതിൻ്റെ സാമ്പത്തികമായ നഷ്ടമാണ്. സുൻഗറിലെ ആ മനുഷ്യൻ്റെ കൂടെ അടക്കിയ 3000 മാമത്തുകൊമ്പിലെ മുത്തുകളൊന്ന് ഓർത്തു നോക്കൂ. ആ മുത്തുകൾ ജീവിച്ചിരിക്കുന്ന മറ്റാർക്കെങ്കിലും ഉപയോഗിക്കാമായിരുന്നു. അത് കൈമാറ്റം ചെയ്ത് മറ്റു ഗോത്രങ്ങളിൽ നിന്ന് ആയുധങ്ങളോ ഭക്ഷണ സാധനങ്ങളോ വാങ്ങാമായിരുന്നു. സാമ്പത്തികമായി നോക്കിയാൽ അത്രയും വിലപിടിപ്പുള്ള ഒരു വസ്തു മണ്ണിനടിയിൽ കുഴിച്ചു മൂടുന്നത് ഒരു വലിയ മണ്ടത്തരമാണ്. പക്ഷെ അവർക്കത് മണ്ടത്തരമായിരുന്നില്ല. കാരണം അവരുടെ ലോകവീക്ഷണത്തിൽ മരണാനന്തര ജീവിതമെന്ന ആശയം സാമ്പത്തിക ലാഭത്തേക്കാൾ എത്രയോ വലുതായിരുന്നു. അവരുടെ ഭാവനയിലുള്ളൊരു ലോകത്തിനു വേണ്ടി യഥാർത്ഥ ലോകത്തിലെ വിലപ്പെട്ട വിഭവങ്ങൾ അവർ ത്യജിക്കാൻ തയ്യാറായിരുന്നു. ഈ കഴിവ്, അതായത് ഭാവനയിലുള്ള ഒന്നിനു വേണ്ടി യഥാർത്ഥത്തിലുള്ള ഒന്നിനെ ബലി കൊടുക്കാനുള്ള കഴിവ്, ഹോമോസാപ്പിയൻസിൻ്റെ വിജയത്തിന് പിന്നിലെ ഒരു പ്രധാന രഹസ്യമാണ്. ഒരു മൃഗത്തിനിത് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല. ഒരാന തൻ്റെ കൂട്ടത്തിലുള്ള ഒന്നിൻ്റെ ജഡം കണ്ട് ദുഃഖിച്ചേക്കാം, അതിനെ തുമ്പിക്കൈ കൊണ്ട് തലോടിയേക്കാം. പക്ഷെ അടുത്ത ലോകത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ആനക്കുട്ടിയുടെ കൂടെ കുറേ പഴങ്ങൾ കുഴിച്ചു മൂടാൻ ആ അമ്മയാന ഒരിക്കലും തയ്യാറാവില്ല. കാരണം അതിന് അടുത്ത ലോകം എന്ന ഒരു സങ്കല്പമില്ല. മരിച്ചവരെക്കുറിച്ചുള്ള ഈ ഓർമ്മകൾ വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ചരിത്രത്തിൻ്റെ ആദ്യ രൂപങ്ങളായിരുന്നു. എഴുത്തും വായനയും ഇല്ലാത്തൊരു കാലത്ത് ഒരു ഗോത്രം തങ്ങളുടെ ചരിത്രം ഓർത്തുവെച്ചതെങ്ങനെയാണ്? ഇത്തരം ശവകുടീരങ്ങളിലൂടെയും അവയെ ചുറ്റിപ്പറ്റിയുള്ള കഥകളിലൂടെയുമാണ്. ഇവിടെയാണ് നമ്മുടെ ഗോത്രത്തെ
കൊടിയ ക്ഷാമത്തിൽ നിന്ന് രക്ഷിച്ച ആ വലിയ വേട്ടക്കാരൻ ഉറങ്ങുന്നത്. ഈ കല്ലിനടിയിലാണ് ശത്രുക്കളോട് ധീരമായി പോരാടി മരിച്ച നമ്മുടെ മുതുമുത്തശ്ശി. ഈ കഥകൾ കേട്ട് വളരുന്ന കുട്ടികൾക്ക് തങ്ങളുടെ ഗോത്രത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് അഭിമാനം തോന്നും. തങ്ങൾ വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണെന്ന ബോധം അവരെ ഒരുമിപ്പിക്കും. അങ്ങനെ മരണം എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല, സമൂഹത്തിൻ്റെ തന്നെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നായി മാറി. അത് നിയമങ്ങളുണ്ടാക്കി, അധികാരഘടനയെ ഉറപ്പിച്ചു, ആളുകളെ ഒരുമിപ്പിച്ചു, ചരിത്രത്തെ സംരക്ഷിച്ചു. മനുഷ്യൻ്റെ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് ചില ഉത്തരങ്ങൾ കിട്ടിത്തുടങ്ങി. പക്ഷെ അവരെ അതിശയിപ്പിച്ച മറ്റു ചില ചോദ്യങ്ങൾ കൂടിയുണ്ടായിരുന്നു. ആകാശത്ത് കാണുന്ന ആ വലിയ തീഗോളമായ സൂര്യൻ, രാത്രിയിൽ വെളിച്ചം തരുന്ന ചന്ദ്രൻ, കൊടുങ്കാറ്റും ഇടിമിന്നലും, ഈ ഭീമാകാരമായ ശക്തികൾക്ക് പിന്നിൽ ആരാണ്? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് അവർ ആകാശത്തേക്ക് നോക്കിത്തുടങ്ങിയത്. അവിടുന്നാണ് അവർക്ക് പുതിയ ദൈവങ്ങളെ കിട്ടിത്തുടങ്ങിയതും. മരിച്ചവരുടെ ലോകത്തു നിന്നും പൂർവികരുടെ ആത്മാക്കൾ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന വിശ്വാസത്തിൽ നിന്നും ഹോമോസാപ്പിയൻസിൻ്റെ ഭാവനയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവർ തങ്ങളുടെ ശ്രദ്ധ ഭൂമിയിൽ നിന്ന്, തങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് ആകാശത്തേക്ക് തിരിച്ചു. തങ്ങളുടെ ജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന, എന്നാൽ തങ്ങൾക്കൊരു നിയന്ത്രണവുമില്ലാത്ത ഭീമാകാരമായ ശക്തികളെ അവർ നിരീക്ഷിക്കാൻ തുടങ്ങി. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മഴ, ഇടിമിന്നൽ, ഇവയെല്ലാം അവർക്ക് വലിയ അത്ഭുതങ്ങളായിരുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, ഇന്നത്തെ പോലെ കാലാവസ്ഥാ പ്രവചനങ്ങളോ ശാസ്ത്രീയ വിശദീകരണങ്ങളോ ഇല്ലാത്തൊരു ലോകം. സൂര്യനാണ് എല്ലാത്തിനും ജീവൻ നൽകുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ ലോകം ഉണരുന്നു, ചൂടും വെളിച്ചവും കിട്ടുന്നു, വേട്ടയ്ക്ക് പോകാൻ സാധിക്കുന്നു. എന്നാൽ രാത്രിയാകുമ്പോൾ സൂര്യൻ അപ്രത്യക്ഷനാകുന്നു. അതോടെ ഇരുട്ടും തണുപ്പും ഭയവും വരുന്നു. പിറ്റേന്ന് രാവിലെ സൂര്യൻ വീണ്ടും ഉദിക്കുമെന്ന് അവർക്കൊരുറപ്പുമില്ല. ഓരോ പ്രഭാതവും അവർക്കൊരു സമ്മാനം പോലെയായിരുന്നു. അതുകൊണ്ട് അവർ സൂര്യനെ ഒരു വ്യക്തിയായി സങ്കല്പിച്ചു തുടങ്ങി. അവരുടെ ചിന്ത ഒരുപക്ഷെ ഇങ്ങനെയായിരുന്നിരിക്കാം: ആകാശത്ത് ശക്തനായൊരു ദേവനുണ്ട്. ആ ദേവനാണ് എല്ലാ ദിവസവും തൻ്റെ രഥത്തിൽ സൂര്യനെ ആകാശത്തിലൂടെ കൊണ്ടുപോകുന്നത്. ആ ദേവൻ സന്തുഷ്ടനാണെങ്കിൽ സൂര്യൻ നന്നായി പ്രകാശിക്കും, ഞങ്ങൾക്ക് നല്ല വിളവ് കിട്ടും, വേട്ടയും എളുപ്പമാകും. എന്നാൽ ദേവൻ കോപിച്ചാൽ അദ്ദേഹം കാർമേഘങ്ങളെ അയച്ച് സൂര്യനെ മറിക്കും. അല്ലെങ്കിൽ സൂര്യരശ്മിക്ക് ചൂടുകൂട്ടി ഞങ്ങളുടെ ഭൂമിയെ വരണ്ടുണക്കും. ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ സൂര്യൻ വെറുമൊരു തീഗോളമല്ലാതായി. അതിനൊരു വ്യക്തിത്വമുണ്ടായി, വികാരങ്ങളുണ്ടായി. ആ ദേവനെ പ്രീതിപ്പെടുത്തേണ്ടത് തങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് അവർ വിശ്വസിച്ചു. അവർ സൂര്യനെ നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ തങ്ങൾക്കൊരു ദിവസം കൂടി തന്നതിന് അവർ നന്ദി പറഞ്ഞു. സൂര്യദേവന് വേണ്ടി ഒരു പക്ഷേ അവർ ചെറിയ നേർച്ചകൾ നേർന്നു. നല്ലൊരു വേട്ട കിട്ടിയാൽ അതിൻ്റെ ഒരു ഭാഗം സൂര്യദേവന് വേണ്ടി സമർപ്പിക്കാമെന്ന് അവർ വാക്കുകൊടുത്തു. സൂര്യനെപ്പോലെ തന്നെ ചന്ദ്രനും അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. രാത്രിയുടെ അധിപൻ ചന്ദ്രൻ്റെ വൃദ്ധിയും ക്ഷയവും അവർ ശ്രദ്ധിച്ചു. ഒരു നേർത്ത കീറുപോലെ തുടങ്ങി പൂർണ്ണചന്ദ്രനായി മാറി പിന്നെ പതിയെ പതിയെ ഇല്ലാതാവുന്നത് അവർക്കൊരു മാന്ത്രിക പ്രക്രിയയായി തോന്നി. ഈ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കാൻ അവർ പഠിച്ചു. വേട്ടയുടെയും യാത്രയുടെയും സമയക്രമങ്ങൾ അവർ ചന്ദ്രൻ്റെ അവസ്ഥ നോക്കി തീരുമാനിച്ചു. പൂർണ്ണചന്ദ്രനുള്ള രാത്രികളിൽ അവർക്ക് കൂടുതൽ വെളിച്ചം കിട്ടി. അത് ആഘോഷങ്ങൾക്കുള്ള സമയമായി. എന്നാൽ അമാവാസ്യ രാത്രികളിൽ കൂരാക്കൂരിരുട്ട് ഭയം നിറച്ചു. അതുകൊണ്ട് ചന്ദ്രനെയും അവർ ഒരു ദേവതയായി കണ്ടു. ശാന്തിയും സൗന്ദര്യവുമുള്ള ഒരു ദേവത. ആ ദേവതയുടെ ഭാവമാറ്റങ്ങളാണ് ചന്ദ്രന്റെ രൂപമാറ്റത്തിന് കാരണമെന്ന് അവർ വിശ്വസിച്ചു. സ്ത്രീകളുടെ ആർത്തവചക്രവും ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് അവർ നിരീക്ഷിച്ചിരിക്കാം. ഇത് ചന്ദ്രനെ ഒരു സ്ത്രീദേവതയായി, പ്രത്യുൽപാദനത്തിന്റെ ദേവതയായി കാണാൻ അവരെ പ്രേരിപ്പിച്ചു. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം അവർക്കൊരു വലിയ കഥാപുസ്തകമായിരുന്നു. ഓരോ നക്ഷത്രക്കൂട്ടത്തെയും അവർ ഓരോ രൂപങ്ങളായി കണ്ടു. ഒരു വേട്ടക്കാരൻ, ഒരു കരടി, ഒരു നദി. ഈ രൂപങ്ങളെക്കുറിച്ച് അവർ കഥകൾ മെനഞ്ഞു. ആകാശത്തിലെ ആ വേട്ടക്കാരൻ ആരാണ്? അയാൾ എന്തിനാണ് ആ കരടിയെ പിന്തുടരുന്നത്? ഈ കഥകൾ അവർ തങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. ഇത് വെറുമൊരു വിനോദം മാത്രമായിരുന്നില്ല. ദിക്കറിയാനും കാലം ഗണിക്കാനും ഈ നക്ഷത്രരൂപങ്ങൾ അവരെ സഹായിച്ചു. ആ വേട്ടക്കാരന്റെ രൂപം ആകാശത്ത് ആ ഭാഗത്ത് കാണുമ്പോൾ തണുപ്പുകാലം തുടങ്ങാറായി. നമ്മൾ ഭക്ഷണം ശേഖരിച്ചു വെക്കണം.
ഇങ്ങനെയുള്ള അറിവുകൾ ഈ കഥകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. എന്നാൽ ഈ പ്രകൃതി ശക്തികൾ എപ്പോഴും ശാന്തരായിരുന്നില്ല. ചിലപ്പോൾ ആകാശം കറുത്തിരുണ്ടു, ഭയങ്കരമായ ശബ്ദത്തോടെ ഇടിമുഴങ്ങി, കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തോടെ മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് പാഞ്ഞുവന്നു. മരങ്ങൾ കത്തിക്കരിഞ്ഞു. ചിലപ്പോൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെട്ടു. ഇത് അവരെ വല്ലാതെ ഭയപ്പെടുത്തി. ഇതിന് കാരണക്കാരനായ ഒരു ദേവനെ അവർ സങ്കൽപ്പിച്ചു. കോപിഷ്ഠനും പ്രവചനാതീതനുമായ ഒരു ദേവൻ. ആ ദേവന്റെ കയ്യിലുള്ള ആയുധമാണ് ഇടിമിന്നൽ. ആ ദേവനെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം. അതുപോലെ മഴ ജീവൻ നൽകുന്ന ഒന്നാണ്. മഴ പെയ്താലേ ചെടികൾ വളരൂ, പുഴകളിൽ വെള്ളമുണ്ടാകൂ, മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടൂ. എന്നാൽ ചിലപ്പോൾ മഴ ഒരു ഭീകരരൂപിയായി മാറും. ദിവസങ്ങളോളം നിർത്താതെ പെയ്യുന്ന മഴ വെള്ളപ്പൊക്കമുണ്ടാക്കും, അവരുടെ താമസസ്ഥലം നശിപ്പിക്കും. അതുകൊണ്ട് മഴയ്ക്കുമൊരു ദേവനുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ആ ദേവനെ പ്രീതിപ്പെടുത്തിയാൽ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അളവിൽ മഴ കിട്ടും. കോപിപ്പിച്ചാൽ ഒന്നുകിൽ കടുത്ത വരൾച്ചയോ അല്ലെങ്കിൽ വിനാശകരമായ വെള്ളപ്പൊക്കവുമാകും ഫലം. ഈ പ്രകൃതി ദൈവങ്ങളുടെ കടന്നുവരവ് മനുഷ്യരുടെ വിശ്വാസ ചരിത്രത്തിലെ ഒരു വലിയ മാറ്റമായിരുന്നു. പൂർവികരുടെ ആത്മാക്കൾ എന്നത് ഒരു ഗോത്രത്തിൻ്റേത് മാത്രമാണ്. ഞങ്ങളുടെ പൂർവികർ, അത് മറ്റൊരു ഗോത്രത്തിന് ബാധകമല്ല. എന്നാൽ സൂര്യൻ എല്ലാവർക്കും ഒന്നാണ്. നദിയുടെ അക്കരെ താമസിക്കുന്ന ഗോത്രത്തിനും ഇക്കരെ താമസിക്കുന്ന ഗോത്രത്തിനും ഒരേ സൂര്യനാണ് വെളിച്ചം നൽകുന്നത്, ഒരേ മഴയാണ് വെള്ളം നൽകുന്നത്. ഇത് പല ഗോത്രങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കാൻ കഴിയുന്ന പൊതുവായുള്ള ദൈവങ്ങളെ സൃഷ്ടിച്ചു. എന്റെ ദൈവം നിന്റെ ദൈവം എന്നതിനപ്പുറം നമ്മുടെ എല്ലാം ദൈവം എന്ന ഒരാശയം പതിയെ രൂപപ്പെട്ടു. ഇത് ഭാവിയിൽ വലിയ സാമ്രാജ്യങ്ങൾക്കും സംസ്കാരങ്ങൾക്കും അടിത്തറയിട്ട ഒരു ചിന്തയായിരുന്നു. കാരണം ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിപ്പിക്കാൻ അതോടെ സാധിച്ചു. ഈ പുതിയ ദൈവങ്ങളുമായുള്ള മനുഷ്യന്റെ ബന്ധം വളരെ വ്യക്തിപരമായിരുന്നു. അതൊരു തരം കൊടുക്കൽ വാങ്ങൽ പോലെയായിരുന്നു. സൂര്യദേവ, ഇന്നത്തെ വേട്ടയിൽ എനിക്കൊരു വലിയ മാനിനെ കിട്ടാൻ സഹായിക്കണേ. ഞാൻ അതിൻ്റെ ഹൃദയം നിനക്ക് ബലിയായി നൽകാം. ഇതൊരു പ്രാർത്ഥന എന്നതിലുപരി ഒരു കരാറായിരുന്നു. ഈ ലോകം മുഴുവൻ ജീവനുള്ളതാണെന്ന ഒരു ചിന്താഗതി പതിയെ രൂപപ്പെട്ടു. ഇതിനെയാണ് ചില പണ്ഡിതന്മാർ ആനിമിസം എന്ന് വിളിക്കുന്നത്. അതായത് സൂര്യനും ചന്ദ്രനും മാത്രമല്ല, ഓരോ പുഴയ്ക്കും, ഓരോ മലയ്ക്കും, ഓരോ മരത്തിനും, എന്തിനേറെ പറയുന്നു, ഒരു വലിയ പാറക്കല്ലിനു പോലും അതിൻ്റേതായ ഒരു ആത്മാവുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ഈ ലോകവീക്ഷണം അവരുടെ പ്രകൃതിയുമായുള്ള ബന്ധത്തെ അടിമുടി മാറ്റിമറിച്ചു. ഒരു വേട്ടക്കാരൻ ഒരു മാനിനെ കൊല്ലുമ്പോൾ അവനതിനെ വെറുമൊരു മൃഗമായിട്ടല്ല കാണുന്നത്. ആ മാനിൻ്റെ ആത്മാവിനോട് അവൻ മനസ്സിൽ സംസാരിക്കും. മാനിൻ്റെ ആത്മാവേ, എൻ്റെ കുടുംബത്തിന് വിശക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലുന്നത്. എന്നോട് ക്ഷമിക്കണം. നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമാകുന്നതുപോലെ നിന്റെ ആത്മാവിന് നല്ലത് വരട്ടെ. ഈയൊരു വിശ്വാസം പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നും ഓരോന്നിനും അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ടെന്നുമുള്ള ഒരു ബോധം അവരിലുണ്ടായിരുന്നു. ഷാമൻ്റെ അല്ലെങ്കിൽ മന്ത്രവാദിയുടെ പങ്ക് ഇവിടെ കൂടുതൽ ശക്തമായി. പൂർവീകരുടെ ആത്മാക്കളോട് മാത്രം സംസാരിച്ചിരുന്ന ഷാമൻ ഇപ്പോൾ പ്രപഞ്ചത്തിലെ സർവ്വ ആത്മാക്കളുടെയും ഒരു ഇടനിലക്കാരനായി മാറി. ഗോത്രത്തിന് പുഴ കടക്കണമെങ്കിൽ അവർ ആദ്യം ഷാമനോട് ചോദിക്കും. ഷാമൻ പുഴയുടെ ആത്മാവിനോട് സംസാരിച്ച് അനുവാദം വാങ്ങും. ഒരു പുതിയ സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങുന്നതിനു മുൻപ് ആ മണ്ണിൻ്റെ ആത്മാവിനോട് തങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കും. ഈ ചടങ്ങുകളെല്ലാം നടത്തിയിരുന്നത് ഷാമനായിരുന്നു. അതുകൊണ്ട് ഗോത്രത്തിൻ്റെ ഏത് പ്രധാനപ്പെട്ട തീരുമാനത്തിലും ഷാമൻ്റെ വാക്കിന് വലിയ വിലയുണ്ടായി. ഈ ലോകം മുഴുവൻ ആത്മാക്കളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന വിശ്വാസം അവരുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥമുള്ളതാക്കി മാറ്റി. പക്ഷേ അതോടൊപ്പം അത് കൂടുതൽ സങ്കീർണവും ഭയം നിറഞ്ഞതുമാക്കി. എവിടെയാണ് അപകടം പതിയിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ഒരു മരം മുറിച്ചാൽ ആ മരത്തിൻ്റെ ആത്മാവ് കോപിച്ചേക്കാം. ഒരു കല്ലെടുത്ത് ദൂരെ എറിഞ്ഞാൽ ആ കല്ലിൻ്റെ ആത്മാവിന് വേദനിച്ചേക്കാം. അതുകൊണ്ട് ഓരോ പ്രവൃത്തിയും സൂക്ഷിച്ചു വേണം ചെയ്യാൻ. പ്രകൃതിയിലെ ഓരോ ചെറിയ മാറ്റങ്ങളെയും അവർ അടയാളങ്ങളായി കാണാൻ തുടങ്ങി. ആകാശത്തെ വിചിത്രമായ ഒരു മേഘം കണ്ടാൽ അത് ദൈവങ്ങൾ നൽകുന്ന ഒരു മുന്നറിയിപ്പായിരിക്കാം. രാത്രിയിൽ ഒരു പ്രത്യേക പക്ഷി കരഞ്ഞാൽ അതൊരു ദുശ്ശകുനമായിരിക്കാം. ഈ അടയാളങ്ങളെ വ്യാഖ്യാനിക്കുക എന്നതും ഷാമൻ്റെ ജോലിയായി. ഇന്നലെ രാത്രി ആ മലയുടെ മുകളിൽ ഒരു നക്ഷത്രം അപ്രത്യക്ഷമായത് ഞാൻ കണ്ടു. മലയുടെ ആത്മാവ് നമ്മളോട് ദേഷ്യത്തിലാണ്.
നമ്മൾ അങ്ങോട്ട് വേട്ടയ്ക്ക് പോകരുത്. ഷാമൻ്റെ ഈ വാക്കുകൾ ഗോത്രം മുഴുവൻ അനുസരിക്കും. ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഇതെല്ലാം വെറും അന്ധവിശ്വാസങ്ങളാണ്. ഒരു പുഴയ്ക്ക് ആത്മാവില്ല, ഒരു കല്ലിന് വേദനയുമില്ല. എന്നാൽ ഹോമോസാപ്പിയൻസിൻ്റെ അതിജീവനത്തിൽ ഈ വിശ്വാസങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. പ്രവചിക്കാൻ കഴിയാത്ത ക്രൂരമായ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ സംഭവിക്കുന്നതിനെല്ലാം ഒരു കാരണമുണ്ടെന്ന് വിശ്വസിക്കുന്നത് വലിയൊരു മാനസികമായ ആശ്വാസം നൽകും. വരൾച്ച ഉണ്ടാകുമ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നറിയാതെ നിസ്സഹായരായിരിക്കുന്നതിനേക്കാൾ മഴയുടെ ദേവൻ കോപിച്ചതുകൊണ്ടാണിത് സംഭവിച്ചത്, നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചാൽ ദേവൻ കനിയും എന്ന് വിശ്വസിക്കുന്നത് അവർക്ക് പ്രതീക്ഷ നൽകി. ആ പ്രതീക്ഷ അവരെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചു. ഒരുമിച്ച് പാട്ടുപാടി നൃത്തം ചെയ്ത് മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഗോത്രത്തെ സങ്കല്പിക്കുക. ആ പ്രാർത്ഥന കൊണ്ട് മഴ പെയ്യണമെന്നില്ല, പക്ഷേ ആ ഒരുമിച്ചുള്ള പ്രവൃത്തി ആ പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടാനുള്ള ഒരു സാമൂഹികമായ കരുത്ത് അവർക്ക് നൽകുന്നുണ്ട്. ആ ആചാരം അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ മറന്ന് ഒരുമിച്ച് നിൽക്കാൻ സഹായിക്കുന്നു. അങ്ങനെ പ്രകൃതിയെ മനസ്സിലാക്കാനും അതിലെ അദൃശ്യ ശക്തികളുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും ഹോമോസാപ്പിയൻസ് പഠിച്ചു. അവരുടെ ദൈവങ്ങൾ ആകാശത്തിലും മലകളിലും പുഴകളിലുമായിരുന്നു. അവരാ ദൈവങ്ങളെ തേടി എല്ലായിടത്തും അലഞ്ഞു നടന്നു. കാരണം അവരുടെ ജീവിതം തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയായിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവങ്ങളിലൊന്ന് സംഭവിക്കാൻ പോവുകയായിരുന്നു. മനുഷ്യൻ കൃഷി ചെയ്യാൻ പഠിക്കുകയാണ്. അതോടെ അവൻ്റെ അലഞ്ഞു തിരിയുന്ന ജീവിതം അവസാനിക്കും. ഒരു തുണ്ട് ഭൂമിയിൽ അവൻ സ്ഥിരതാമസമാക്കും. ആ മാറ്റം അവൻ്റെ ദൈവങ്ങളെയും മാറ്റിമറിച്ചു. ആകാശത്തിലെ ദൈവങ്ങളുടെ സ്ഥാനത്ത് ഭൂമിയിൽ നിന്നുള്ള പുതിയ ദൈവങ്ങൾ ഉദയം ചെയ്യുകയായിരുന്നു. ആകാശത്തിലെ ദൈവങ്ങളെയും പ്രകൃതിയിലെ എണ്ണമറ്റ ആത്മാക്കളെയും ആരാധിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളോളം ഹോമോസാപ്പിയൻസ് ഭൂമിയിൽ അലഞ്ഞുതടന്നു. അവരുടെ ജീവിതം ഋതുക്കൾക്കനുസരിച്ച്, മൃഗങ്ങളുടെ ദേശാടനങ്ങൾക്കനുസരിച്ച് ചലിച്ചുകൊണ്ടിരുന്നു. ഒരിടത്തും അവർ സ്ഥിരമായി തങ്ങിയില്ല. ലോകം മുഴുവൻ അവരുടെ വീടായിരുന്നു. എന്നാൽ ഏകദേശം 12,000 വർഷങ്ങൾക്കു മുൻപ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് സംഭവിക്കുകയാണ്. അതൊരു യുദ്ധമോ ഒരു വലിയ കണ്ടുപിടുത്തമോ ആയിരുന്നില്ല, മറിച്ച് വളരെ പതിയെ നൂറ്റാണ്ടുകളെടുത്തുണ്ടായ ഒരു മാറ്റമായിരുന്നു. മനുഷ്യൻ കൃഷി ചെയ്യാൻ പഠിച്ചു. പുൽമേടുകളിൽ അങ്ങിങ്ങായി വളർന്നിരുന്ന ചില ധാന്യച്ചെടികൾ, ഉദാഹരണത്തിന് ഗോതമ്പിൻ്റെയും ബാർലിയുടെയും ആദ്യ രൂപങ്ങൾ, ഒരു പ്രത്യേക കാലത്ത് പാകമാകുന്നത് നമ്മുടെ പൂർവികർ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അവർ ആ വിത്തുകൾ ശേഖരിച്ചു ഭക്ഷിക്കുമായിരുന്നു. ഒരുപക്ഷേ യാദൃശികമായി അവരുടെ താമസസ്ഥലത്തിനടുത്ത് വീണുപോയ ചില വിത്തുകൾ പിന്നീട് മുളച്ചുവരുന്നത് അവർ കണ്ടിരിക്കാം. നമ്മൾ വിത്ത് നട്ടാൽ ചെടി വളരുമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഭക്ഷണത്തിനായി എല്ലായിടത്തും അലഞ്ഞു നടക്കുന്നത് എന്ന ചിന്തയുടെ ആദ്യത്തെ പൊരി അവിടെ വീണിരിക്കാം. ഈ മാറ്റം, അതായത് കൃഷിയിലേക്കുള്ള മാറ്റം, കേൾക്കുന്നതുപോലെ അത്ര എളുപ്പമുള്ളതോ സന്തോഷം നിറഞ്ഞതോ ആയിരുന്നില്ല. പല ചരിത്രകാരന്മാരും ഇതിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് തമാശയായി വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഒരു വേട്ടക്കാരൻ്റെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആദ്യത്തെ കർഷകന്റെ ജീവിതം വളരെ ദുരിതം നിറഞ്ഞതായിരുന്നു. വേട്ടക്കാരൻ ദിവസത്തിൽ 3-4 മണിക്കൂർ ജോലി ചെയ്താൽ മതിയായിരുന്നു. ബാക്കി സമയം വിശ്രമിക്കാനും കഥകൾ പറയാനും കളിക്കാനും അയാൾക്ക് കിട്ടി. അയാളുടെ ഭക്ഷണം വൈവിധ്യമുള്ളതായിരുന്നു. പലതരം മൃഗങ്ങൾ, പഴങ്ങൾ, കിഴങ്ങുകൾ. എന്നാൽ ഒരു കർഷകന്റെ കാര്യം അങ്ങനെയല്ല. അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുക്കണം. നിലമൊരുക്കണം, വിത്തു വിതയ്ക്കണം, കളപറിക്കണം, വെള്ളം നനയ്ക്കണം, വിളവെടുക്കണം. അയാളുടെ ഭക്ഷണം ഗോതമ്പോ ബാർലിയോ മാത്രമായി ഒതുങ്ങി. ഇത് പോഷകാഹാരക്കുറവിനും പുതിയതരം രോഗങ്ങൾക്കും കാരണമായി. ആയിരക്കണക്കിന് ആളുകൾ ഒരേ സ്ഥലത്ത് ഒരുമിച്ചുകൂടി താമസിക്കാൻ തുടങ്ങിയപ്പോൾ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ എളുപ്പമായി. കൂടാതെ കൃഷി പൂർണ്ണമായും കാലാവസ്ഥയെ ആശ്രയിച്ചായിരുന്നു. ഒരു വർഷം മഴ കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരുതരം രോഗം വന്ന് വിളവ് നശിച്ചുപോയാലോ ആ ഗ്രാമം മുഴുവൻ പട്ടിണിയിലാവും. പിന്നെ എന്തിനാണ് മനുഷ്യർ ഈ ദുരിതം പിടിച്ച ജീവിതം തിരഞ്ഞെടുത്തത്? അതിനൊരു പ്രധാന കാരണം കൃഷിക്ക് കൂടുതൽ ആളുകളെ തീറ്റിപ്പോറ്റാൻ കഴിഞ്ഞു എന്നതാണ്.
ഒരു ചെറിയ തുണ്ട് ഭൂമിയിൽ കൃഷി ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ധാന്യം കൊണ്ട് ഒരുപാട് പേർക്ക് ഭക്ഷണം കഴിക്കാം. ഇത് ജനസംഖ്യ വർദ്ധിക്കാൻ കാരണമായി. ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ തിരികെ പഴയ വേട്ടയാട് ജീവിക്കുന്ന രീതിയിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാതായി. അവർ ആ പുതിയ ജീവിത രീതിയിൽ കുടുങ്ങിപ്പോയി. ഈ ജീവിത രീതിയിലുണ്ടായ മാറ്റം അവരുടെ വിശ്വാസങ്ങളെയും ദൈവങ്ങളെയും അടിമുടി മാറ്റിമറിച്ചു. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്നത് താൻ സഞ്ചരിക്കുന്ന ഒരു പ്രതലം മാത്രമാണ്. എന്നാൽ ഒരു കർഷകന് ആ ചെറിയ തുണ്ട് ഭൂമി അത് അവൻ്റെ ലോകമാണ്. അവൻ്റെ ജീവിതവും മരണവും ആ മണ്ണിനെ ആശ്രയിച്ചിരിക്കുന്നു. അവൻ്റെ വിയർപ്പും സ്വപ്നങ്ങളും ആ മണ്ണിലാണ് കലർന്നിരിക്കുന്നത്. അതോടെ ആകാശത്തിലെ ദൈവങ്ങളെക്കാൾ ഉപരി ഭൂമിയുമായി ബന്ധപ്പെട്ട ദൈവങ്ങൾക്ക് പ്രാധാന്യം കൂടി വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ദേവതയായി ഭൂമിദേവി മാറി. അവളാണ് വിത്തുകൾക്ക് ജീവൻ നൽകുന്നത്, ധാന്യങ്ങളെ വളർത്തുന്നത്, എല്ലാ ജീവജാലങ്ങളെയും പോറ്റുന്നത്. ആകാശത്തിലെ സൂര്യദേവൻ ഇപ്പോഴും ശക്തനാണ്. കാരണം സൂര്യനില്ലാതെ കൃഷി നടക്കില്ല. മഴയുടെ ദേവനും പ്രാധാന്യമുണ്ട്. പക്ഷെ അവരെല്ലാം ഭൂമിദേവിയുടെ ഭർത്താക്കന്മാരോ സഹായികളോ ആയി മാറി. പ്രധാന ആരാധന ഭൂമിദേവിക്കായി. അവരുടെ ലോകം ഋതുക്കൾക്കനുസരിച്ച് കറങ്ങാൻ തുടങ്ങി. വിത്ത് വിതയ്ക്കുന്ന സമയം, വിളവെടുക്കുന്ന സമയം, ഇവ രണ്ടും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളായി മാറി. ഈ സമയങ്ങളിൽ അവർ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. വിത്ത് വിതയ്ക്കുന്നതിന് മുൻപ് ഭൂമിദേവിയുടെ അനുഗ്രഹത്തിനായി അവർ പ്രത്യേക പൂജകൾ നടത്തി. ഭൂമിയെ ഉഴുതുമറിക്കുന്നത് ഭൂമിദേവിയുടെ ഗർഭപാത്രം തുറക്കുന്ന ഒരു വിശുദ്ധമായ ചടങ്ങായി അവർ കണ്ടു. വിത്തുകൾ ആ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന സന്താനങ്ങളായി. വിളവെടുപ്പ് കാലം നന്ദി പറയുന്നതിനുള്ള സമയമാണ്. ഭൂമിദേവി തങ്ങൾക്ക് കനിഞ്ഞു നൽകിയ ഭക്ഷണത്തിന് അവർ നന്ദി പറഞ്ഞു. ആ ആഘോഷങ്ങളിൽ ഗ്രാമം മുഴുവൻ പങ്കെടുക്കും. അവരൊരുമിച്ച് പാട്ടുപാടും, നൃത്തം ചെയ്യും, പുതിയ വിളവിൽ നിന്നുള്ള ഭക്ഷണം ഒരുമിച്ച് പാകം ചെയ്ത് കഴിക്കും. ഈ കാർഷിക ഉത്സവങ്ങൾ ആ പുതിയ ഗ്രാമീണ സമൂഹങ്ങളെ ഒരുമിപ്പിക്കുന്നതിലെ ഏറ്റവും വലിയ ഘടകമായിരുന്നു. വേട്ടക്കാരുടെ ചെറിയ ഗോത്രങ്ങളെക്കാൾ എത്രയോ വലിയ സമൂഹങ്ങളായിരുന്നു ഇത്. ഈ ആഘോഷങ്ങൾ അവർക്കൊരു പൊതുവായ ഐഡന്റിറ്റി നൽകി. ഞങ്ങൾ ഇന്ന ദേവിയെ ആരാധിക്കുന്ന, ഇന്ന സമയത്ത് വിളവെടുപ്പ് ആഘോഷിക്കുന്ന ഗ്രാമത്തിലെ ആളുകളാണ്. ഈ പുതിയ ജീവിതരീതി ഒരു പുതിയ പ്രശ്നത്തിനും വഴിവെച്ചു. അത് സ്വത്ത് എന്ന ആശയമായിരുന്നു. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വന്തമായി ആകെ ഉണ്ടായിരുന്നത് കുറച്ച് ആയുധങ്ങളും വസ്ത്രങ്ങളും മാത്രമായിരിക്കാം. അയാൾക്ക് ഭൂമി സ്വന്തമായിരുന്നില്ല. എന്നാൽ ഒരു കർഷകൻ ഒരു തുണ്ടു ഭൂമിയിൽ വർഷങ്ങളോളം അധ്വാനിക്കുമ്പോൾ ഇത് എൻ്റെ ഭൂമിയാണ് എന്ന ചിന്ത അവനിലുണ്ടാകുന്നു. ആ ഭൂമി, അതിലെ വിളവ്, വിളവെടുത്ത് സൂക്ഷിച്ചിരിക്കുന്ന ധാന്യം, കന്നുകാലികൾ, ഇതെല്ലാം അവൻ്റെ സ്വത്തായി മാറി. ഈ സ്വത്ത് സംരക്ഷിക്കേണ്ടത് ഒരാവശ്യമായി വന്നു. മറ്റുള്ളവർ വന്ന് തൻ്റെ ധാന്യം മോഷ്ടിച്ചാലോ, അല്ലെങ്കിൽ അയൽഗ്രാമക്കാർ വന്ന് തൻ്റെ ഭൂമി പിടിച്ചടക്കിയാലോ? ഈ ഭയത്തിൽ നിന്നാണ് പ്രതിരോധത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും പുതിയ രൂപങ്ങൾ ഉണ്ടാകുന്നത്. അതോടൊപ്പം ഈ സ്വത്ത് തൻ്റെ മരണശേഷം ആർക്ക് ലഭിക്കണം എന്ന ചോദ്യവും ഉയർന്നു വന്നു. തൻ്റെ മക്കൾക്ക്. അങ്ങനെ പാരമ്പര്യമായി സ്വത്ത് കൈമാറുക എന്ന രീതി ആരംഭിച്ചു. ഇത് സമൂഹത്തിൽ പുതിയൊരു വേർതിരിവിന് കാരണമായി. ചില കുടുംബങ്ങൾക്ക് കൂടുതൽ ഭൂമിയും സ്വത്തും ലഭിച്ചു, മറ്റു ചിലർക്ക് ഒന്നും ലഭിച്ചില്ല. സമൂഹത്തിൽ പണക്കാരനെന്നും പാവപ്പെട്ടവനെന്നുമുള്ള അന്തരം ആദ്യമായി രൂപപ്പെടുന്നത് ഇവിടെയാണ്. ഈ മാറ്റങ്ങളെല്ലാം നിയന്ത്രിക്കാൻ പുതിയ നിയമങ്ങളും വിശ്വാസങ്ങളും ആവശ്യമായി വന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട ദൈവങ്ങൾ തന്നെ ഈ നിയമങ്ങളുടെ സംരക്ഷകരായി മാറി. അയൽക്കാരൻ്റെ അതിർവരമ്പ് മാറ്റുന്നത് വലിയൊരു പാപമാണ്. ഭൂമിദേവി അത് പൊറുക്കില്ല. മോഷ്ടിക്കുന്നവൻ്റേത് കരിഞ്ഞുപോകും. ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഒരു പോലീസ് സംവിധാനത്തിൻ്റെ അഭാവത്തിൽ സാമൂഹിക നിയമങ്ങൾ പാലിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചു. കൃഷി മനുഷ്യന് സ്ഥിരമായ ഒരു ജീവിതം നൽകിയെങ്കിലും അത് അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ വർദ്ധിപ്പിച്ചു. ഒരു വേട്ടക്കാരന് അടുത്ത ആഴ്ചയിലെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമായിരുന്നില്ല. വിശക്കുമ്പോൾ വേട്ടയാടുന്നു. എന്നാൽ ഒരു കർഷകൻ അടുത്ത വിളവെടുപ്പിനെക്കുറിച്ച് ഓർത്ത് എപ്പോഴും വേവലാതിപ്പെട്ടു. ഈ പ്രാവശ്യം മഴ കനിയുമോ? ഏതെങ്കിലും രോഗം എൻ്റെ വിളവിന് നശിപ്പിക്കുമോ? ഈ ഉത്കണ്ഠ അവനെ ദൈവങ്ങളിൽ കൂടുതൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചു. അവരുടെ പ്രാർത്ഥനകളുടെ സ്വഭാവം മാറി. എനിക്കൊരു മാനിനെ കിട്ടണേ എന്ന ചെറിയ പ്രാർത്ഥനയുടെ സ്ഥാനത്ത് ഈ വർഷം ഞങ്ങളുടെ ഗ്രാമത്തെ
ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന വലിയ സമൂഹത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വന്നു. ദൈവങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടത് ഒരു വ്യക്തിയുടെ ആവശ്യമല്ല, ഒരു സമൂഹം ഒന്നടങ്കം ചെയ്യേണ്ട ഒരു കടമയായി മാറി. ഈ ദൈവങ്ങളെ ആരാധിക്കാൻ അവർ പ്രത്യേക സ്ഥലങ്ങൾ ഒരുക്കാൻ തുടങ്ങി. തുടക്കത്തിൽ അതൊരു മരച്ചുവടോ അല്ലെങ്കിൽ ഒരു വലിയ പാറയോ ആയിരുന്നിരിക്കാം. പിന്നീട് അവർ ചെറിയ കെട്ടിടങ്ങൾ, അതായത് ആദ്യത്തെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ആ ആരാധനാലയങ്ങൾ ഗ്രാമത്തിൻ്റെ കേന്ദ്രമായി മാറി. അവിടെ വെച്ചാണ് അവർ ഒരുമിച്ച് കൂടിയത്, ആഘോഷങ്ങൾ നടത്തിയത്, പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുത്തത്. ആ ആരാധനാലയത്തിലെ പൂജാരിയോ പൂജാരിണിയോ പല പുരാതന കാർഷിക സമൂഹങ്ങളിലും സ്ത്രീകളായിരുന്നു പ്രധാന പുരോഹിതർ. അവർ ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി മാറി. കാരണം ദൈവങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഇടനിലക്കാർ അവരായിരുന്നു. വേട്ടയാടി നടന്ന കാലത്ത് ലോകം വളരെ വലുതും അതിരുകളില്ലാത്തതുമായിരുന്നു. എന്നാൽ കൃഷി തുടങ്ങിയതോടെ മനുഷ്യൻ്റെ ലോകം ചുരുങ്ങി. ആ ഗ്രാമവും അതിനു ചുറ്റുമുള്ള വയലുകളും ആ വയലുകളെ സംരക്ഷിക്കുന്ന ദൈവങ്ങളും അതായി അവൻ്റെ പ്രപഞ്ചം. ഈ ചെറിയ ലോകം അവന് സുരക്ഷിതത്വം നൽകി. പക്ഷെ അതോടൊപ്പം ആ ഗ്രാമത്തിന് പുറത്തുള്ളവരെ അന്യരായി കാണാനും അവനെ പഠിപ്പിച്ചു. അവർ നമ്മുടെ ദൈവങ്ങളെ അല്ല ആരാധിക്കുന്നത്, അവരുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ്, അതുകൊണ്ട് അവർ ശത്രുക്കളായിരിക്കാം. ഈ ചിന്ത പിന്നീട് വലിയ യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും വഴിതെളിച്ചു. കൃഷിയുടെ കണ്ടുപിടുത്തം മനുഷ്യന് ഭക്ഷണം നൽകുക മാത്രമല്ല ചെയ്തത്, അത് അവൻ്റെ സാമൂഹിക ജീവിതം, രാഷ്ട്രീയം, സമ്പദ്വ്യവസ്ഥ, കുടുംബ ബന്ധങ്ങൾ, എന്തെല്ലാം അവൻ്റെ ദൈവങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വരെ മാറ്റിമറിച്ചു. മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നത് മാറി, പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന, അതിനെ തനിക്ക് വേണ്ടി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു ജീവിയായി അവൻ പരിണമിക്കുകയായിരുന്നു. ഈ പുതിയ ദൈവങ്ങളെയും അവരുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ അവൻ പുതിയ വഴികൾ തേടാൻ തുടങ്ങി. ആ വഴികളിൽ ഒന്നായിരുന്നു ബലി. ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ തനിക്ക് ഏറ്റവും വിലപ്പെട്ടതെന്താണോ അത് നൽകാനുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങളെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. കൃഷി മനുഷ്യനെ ഭൂമിയിൽ പിടിച്ചു നിർത്തിയതോടെ അവൻ്റെ ജീവിതം മുൻപത്തേക്കാൾ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതായി. അവൻ്റെ പ്രതീക്ഷകളും ഭയങ്ങളും ആ ചെറിയ തുണ്ട് ഭൂമിയിലും അതിലെ വിളവിലുമായി ഒതുങ്ങി. ഈ ഭയത്തെയും അനിശ്ചിതത്വത്തെയും മറികടക്കാനാണ് അവൻ തൻ്റെ പുതിയ ദൈവങ്ങളെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയത്. ഭൂമിദേവിയെയും മഴയുടെ ദേവനെയുമെല്ലാം പ്രീതിപ്പെടുത്തേണ്ടത് അവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായി മാറി. എന്നാൽ എങ്ങനെയാണ് ഈ ശക്തരായ അദൃശ്യരായ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക? പ്രാർത്ഥനകൾ മാത്രം മതിയാവില്ലെന്ന് അവന് തോന്നിത്തുടങ്ങി. താൻ പറയുന്നത് ദൈവം കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ, തനിക്ക് തിരികെ എന്തെങ്കിലും നല്ലത് ലഭിക്കാൻ താനും തിരിച്ച് എന്തെങ്കിലും നൽകണമെന്ന് അവൻ വിശ്വസിച്ചു. ഈ വിശ്വാസത്തിൽ നിന്നാണ് ബലി എന്ന ആശയം ഉടലെടുക്കുന്നത്. ബലി എന്നത് അടിസ്ഥാനപരമായി ഒരു കരാറാണ്, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ. ദൈവമേ, ഞാൻ നിനക്ക് വിലപ്പെട്ട ഒന്ന് തരാം, പകരം നീ എനിക്ക് അതിലും വിലപ്പെട്ട മറ്റൊന്ന് തരണം. ഇതാണ് ആ കരാറിൻ്റെ ലളിതമായ രൂപം. കൊടുക്കുന്ന വസ്തുവിൻ്റെ മൂല്യം കൂടുന്തോറും തിരികെ കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ വലിപ്പവും കൂടുമെന്ന് അവർ വിശ്വസിച്ചു. ആദ്യത്തെ ബലികൾ ഒരുപക്ഷെ വളരെ ലളിതമായ ഒന്നായിരുന്നിരിക്കാം. വിളവെടുപ്പ് നടത്തുമ്പോൾ ആദ്യത്തെ കതിർ അല്ലെങ്കിൽ ഏറ്റവും നന്നായി വിളഞ്ഞ ധാന്യത്തിൻ്റെ ഒരു പങ്ക് അവർ ഭൂമിദേവിക്ക് വേണ്ടി മാറ്റിവെച്ചു. അതിനെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കല്ലിലോ മരച്ചുവട്ടിലോ കൊണ്ടുപോയി സമർപ്പിച്ചു. ഇത് വെറുമൊരു നന്ദി പ്രകടനമായിരുന്നില്ല, അതൊരു നിക്ഷേപം കൂടിയായിരുന്നു. അമ്മേ, നീ ഞങ്ങൾക്ക് തന്നതിൽ നിന്ന് ആദ്യത്തെ പങ്ക് ഞങ്ങൾ നിനക്ക് തിരികെ തരുന്നു. ഇത് സ്വീകരിച്ച് അടുത്ത വർഷവും ഞങ്ങൾക്ക് ഇതിലും നല്ല വിളവ് തരണേ എന്നായിരുന്നു ആ പ്രവൃത്തിയുടെ പിന്നിലെ ചിന്ത. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ ഒരിക്കലും മോശം വിളവോ കേടുവന്ന പഴങ്ങളോ ദൈവത്തിന് നൽകിയില്ല. എപ്പോഴും ഏറ്റവും നല്ലത് തന്നെ തിരഞ്ഞെടുത്തു. കാരണം ദൈവത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ ദൈവം തിരിച്ച് തങ്ങളെയും കബളിപ്പിക്കുമെന്ന്, അതായത് ശിക്ഷിക്കുമെന്ന് അവർ ഭയന്നു. ഈ ചിന്ത മനുഷ്യൻ തൻ്റെ ദൈവങ്ങളുമായി എത്രമാത്രം ഗൗരവമുള്ള ഒരു ബന്ധമാണ് സ്ഥാപിച്ചിരുന്നത് എന്ന് കാണിക്കുന്നു. കാലം മുന്നോട്ടു പോയപ്പോൾ ധാന്യങ്ങളെക്കാളും പഴങ്ങളെക്കാളും വിലപ്പെട്ട ബലികളെക്കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് മൃഗബലി എന്ന ആശയം വരുന്നത്.
ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ആടോ പശുവോ അല്ലെങ്കിൽ ഒരു കാളയോ വലിയൊരു സ്വത്താണ്. അത് പാലും തുകലും മാംസവും നൽകുന്നു, കൃഷിക്ക് സഹായിക്കുന്നു. അങ്ങനെയുള്ള ഒരു മൃഗത്തെ കൊല്ലുക എന്നത് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ്. എന്നാൽ വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ, ഉദാഹരണത്തിന് കടുത്ത വരൾച്ച കാരണം ഗ്രാമം മുഴുവൻ പട്ടിണിയിലാകുമ്പോൾ, ധാന്യം ബലി നൽകുന്നത് മതിയാവില്ലെന്ന് അവർക്ക് തോന്നി. മഴയുടെ ദേവന്റെ കോപം വളരെ വലുതാണ്. ആ കോപം ശമിപ്പിക്കാൻ അത്രയും തന്നെ വലിയൊരു ബലി വേണം. അങ്ങനെ അവർ തങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ആരോഗ്യമുള്ള, ഒരു കുറവുമില്ലാത്ത ഒരു ആടിനെ തിരഞ്ഞെടുക്കുന്നു. അതിനെ കുളിപ്പിച്ച് മാലകൾ ചാർത്തി ഗ്രാമത്തിലെ ബലിപീഠത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഗ്രാമം മുഴുവൻ ആ കാഴ്ച കാണാൻ ഒരുമിച്ച് കൂടുന്നു. പുരോഹിതൻ പ്രത്യേക മന്ത്രങ്ങൾ ചൊല്ലി ആ മൃഗത്തിൻ്റെ കഴുത്തറുത്ത് അതിൻ്റെ രക്തം ബലിപീഠത്തിൽ തളിക്കുന്നു. ആ രക്തം ജീവന്റെ പ്രതീകമാണ്. തങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗമായ ആ ജീവൻ ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെ ദൈവം സംപ്രീതനായി തങ്ങളുടെ എല്ലാം ജീവൻ രക്ഷിക്കുമെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ ഈ മൃഗബലിക്ക് മറ്റൊരു സാമൂഹികമായ തലം കൂടി ഉണ്ടായിരുന്നു. ബലിയർപ്പിച്ച മൃഗത്തിൻ്റെ മാംസം മിക്കപ്പോഴും ഗ്രാമീണർ പങ്കിട്ടെടുക്കുകയാണ് ചെയ്തിരുന്നത്. ദൈവത്തിന് രക്തവും അതിൻ്റെ ആത്മാവുമാണ് ലഭിക്കുന്നത് എന്നായിരുന്നു സങ്കല്പം. മാംസം അവർ ഒരുമിച്ച് പാകം ചെയ്ത് ഒരു വലിയ സദ്യയായി കഴിച്ചിരുന്നു. ഇത് ഗ്രാമത്തിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക്, മാംസാഹാരം കിട്ടാനുള്ള ഒരു അവസരമായിരുന്നു. അതോടൊപ്പം ഒരുമിച്ച് ഒരേ ബലിമൃഗത്തിൻ്റെ മാംസം കഴിക്കുന്നത് നമ്മളെല്ലാം ഒന്നാണ്, ഒരേ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ചിന്ത അവരിൽ ഊട്ടിയുറപ്പിച്ചു. അങ്ങനെ ഒരു മതപരമായ ആചാരം ഒരു സാമൂഹികമായ ഒത്തുചേരലിനും ഐക്യം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു മാർഗമായി മാറി. എന്നാൽ മനുഷ്യന്റെ ഭയവും ആവശ്യങ്ങളും വർദ്ധിച്ചപ്പോൾ മൃഗബലിയും മതിയാവില്ലെന്ന ചിന്ത ചില സമൂഹങ്ങളിൽ ഉയർന്നുവന്നു. അതിലും വലുതായി, അതിലും ശക്തമായി ദൈവത്തിന് എന്തു നൽകാൻ കഴിയും? മനുഷ്യന്റെ ചിന്ത ചെന്നെത്തിയത് സ്വന്തം വർഗത്തിൽ തന്നെയാണ്: നരബലി. ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും അതേസമയം ചിന്തനീയവുമായ ഒന്നാണ് നരബലി എന്ന ആചാരം. ഇന്ന് നമുക്ക് ഇത് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ക്രൂരതയായി തോന്നാം. എന്നാൽ പുരാതന മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിച്ചാൽ അതിന് അവരുടേതായ ഒരു യുക്തിയുണ്ടായിരുന്നു. ഒരു മനുഷ്യജീവനേക്കാൾ വിലപ്പെട്ടതായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ബലിയും ഒരു മനുഷ്യന്റെ ജീവൻ തന്നെയാണെന്ന് അവർ വിശ്വസിച്ചു. ഇത് സാധാരണയായി ചെയ്തിരുന്നത് വളരെ വലിയ പ്രതിസന്ധികൾ വരുമ്പോഴാണ്. ഉദാഹരണത്തിന്, ഒരു യുദ്ധത്തിൽ രാജ്യം തോൽക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നിർത്താതെ പകർച്ചവ്യാധി പടർന്നുപിടിച്ച് ആളുകൾ മരിച്ചു വീഴുമ്പോൾ, ദൈവങ്ങൾ തങ്ങളെ പൂർണ്ണമായി കൈവിട്ടു എന്ന് തോന്നുമ്പോഴാണ് അവർ ഈ അവസാനത്തെ കച്ചിത്തുരുമ്പിൽ പിടിച്ചിരുന്നത്. ആരെയാണ് അവർ ബലിയായി നൽകിയിരുന്നത്? സാധാരണയായി അത് സ്വന്തം സമൂഹത്തിലെ ആളുകളായിരിക്കില്ല. യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവരുന്ന തടവുകാരോ അല്ലെങ്കിൽ അടിമകളായിരിക്കും പ്രധാന ഇരകൾ. ശത്രുവിന് ദൈവത്തിന് ബലി നൽകുന്നത് ഒരേ സമയം ദൈവത്തെ പ്രീതിപ്പെടുത്താനും ശത്രുവിനോടുള്ള തങ്ങളുടെ വിജയം ആഘോഷിക്കാനുമുള്ള ഒരു മാർഗമായി അവർ കണ്ടു. എന്നാൽ ചില സംസ്കാരങ്ങളിൽ സ്വന്തം ഗോത്രത്തിലെ ആളുകളെ തന്നെ ബലി നൽകുന്ന രീതികളുണ്ടായിരുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബലിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു അപമാനമായിട്ടല്ല, മറിച്ച് വലിയൊരു ബഹുമതിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. സമൂഹത്തിനു വേണ്ടി, ദൈവത്തിനു വേണ്ടി തൻ്റെ ജീവൻ നൽകുന്നയാൾ ഒരു വീരനായി മാറുന്നു. അയാളുടെ കുടുംബത്തിന് സമൂഹത്തിൽ വലിയൊരു സ്ഥാനം ലഭിച്ചിരുന്നു. എൻ്റെ മകൻ കാരണമാണ് ഈ നാട് രക്ഷപ്പെട്ടത് എന്ന് ആ അച്ഛനമ്മമാർ അഭിമാനത്തോടെ കരുതിയിരിക്കാം. എന്തിനാണ് ദൈവങ്ങൾക്ക് മനുഷ്യരക്തം ഇത്രയധികം ഇഷ്ടം എന്നതിന് പല പുരാതന കഥകളിലും ഉത്തരങ്ങളുണ്ട്. ചില വിശ്വാസങ്ങൾ അനുസരിച്ച് ദൈവങ്ങൾ മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെ തങ്ങളെ സേവിക്കാനും തങ്ങൾക്ക് ഭക്ഷണം നൽകാനുമാണ്. മനുഷ്യരക്തം അവർക്കൊരുതരം അമൃത് പോലെയാണെന്നും അത് കുടിച്ചാൽ അവർക്ക് ശക്തി കൂടുമെന്നും അവർ വിശ്വസിച്ചു. ഈ ബലിയർപ്പണം എന്ന ആശയം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. ആധുനിക മതങ്ങളിൽ പലതിലും
ദൈവം സ്നേഹസമ്പന്നനും കരുണാമയനുമാണ്. എന്നാൽ പുരാതന മനുഷ്യൻ്റെ ദൈവങ്ങൾ അങ്ങനെയല്ല. അവർ ശക്തരാണ്, പക്ഷെ അതേസമയം പ്രവചനാതീതരാണ്. ചിലപ്പോൾ ക്രൂരരുമാണ്. അവരെ ഭയക്കണം, എപ്പോഴും പ്രീതിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവരുടെ കോപം നമ്മുടെ മേൽ പതിക്കാം. ഈ ഭയമാണ് പുരാതന സമൂഹങ്ങളിലെ നിയമവ്യവസ്ഥയുടെയും അധികാരഘടനയുടെയും ഒരു പ്രധാന അടിസ്ഥാനം. ബലി നൽകുന്നതിലൂടെ മനുഷ്യൻ പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ നിനക്കിത് തരാം, നീ എനിക്ക് മഴ തരണം. ഈ കരാറിലൂടെ പ്രകൃതിയുടെ ക്രമത്തിൽ തനിക്കും ഒരു പങ്കുണ്ടെന്ന് അവൻ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വെറും നിസ്സഹായനായ ഒരു ജീവിയല്ല താനെന്നും തൻ്റെ പ്രവൃത്തികൾക്ക് പ്രപഞ്ചത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നുമുള്ള ഒരു വിശ്വാസം അത് അവൻ നൽകി. ഈ വിശ്വാസം എത്ര തന്നെ തെറ്റാണെങ്കിൽ പോലും പ്രതിസന്ധികളെ നേരിടാൻ അവന് ആത്മവിശ്വാസം നൽകി. ബലിപീഠങ്ങളും ആരാധനാലയങ്ങളും വർദ്ധിച്ചുവന്നു. പല ഗോത്രങ്ങൾ ഒത്തുചേർന്ന് വലിയ സമൂഹങ്ങളായി മാറിയപ്പോൾ ഈ ആരാധനാലയങ്ങൾ അവരുടെ സാമൂഹിക ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാറി. ഒരുമിച്ചുകൂടലിൻ്റെ ഈ പുതിയ കേന്ദ്രങ്ങൾ അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്നാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ ബലി നൽകി തുടങ്ങിയ മനുഷ്യൻ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രത്യേക ഇടങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. തുടക്കത്തിലത് പ്രകൃതിദത്തമായ ഇടങ്ങളായിരുന്നു. ഒരു വലിയ മരച്ചുവട്, വിചിത്രമായ രൂപമുള്ള ഒരു പാറ, അല്ലെങ്കിൽ ഒരു ഗുഹാമുഖം. അവിടെ ചെറിയ ബലിപീഠങ്ങൾ ഒരുക്കി അവർ തങ്ങളുടെ ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞു, തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ചു. എന്നാൽ കൃഷി തുടങ്ങി മനുഷ്യൻ സ്ഥിരതാമസമാക്കിയതോടെ ഈ താൽക്കാലിക ആരാധനാ കേന്ദ്രങ്ങൾ മതിയാവില്ലെന്ന് അവന് തോന്നിത്തുടങ്ങി. തങ്ങളുടെ ഗ്രാമം പോലെ തങ്ങളുടെ ദൈവങ്ങൾക്കും സ്ഥിരമായ മനോഹരമായൊരു ഭവനം വേണമെന്ന് അവർ ആഗ്രഹിച്ചു. ഈ ആഗ്രഹത്തിൽ നിന്നാണ് ലോകത്തിലെ ആദ്യത്തെ ആരാധനാലയങ്ങൾ ഉയർന്നുവരുന്നത്. ഈ കഥ നമ്മളെ കൊണ്ടുപോകുന്നത് ഏകദേശം 11,500 വർഷങ്ങൾ പിന്നോട്ട്, ഇന്നത്തെ തെക്കുകിഴക്കൻ തുർക്കിയിലെ ഒരു മലമുകളിലേക്കാണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഗൊബക്ലി ടെപ്പെ. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ അതൊരു സാധാരണ കുന്നാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ അതിനടിയിൽ ഒളിഞ്ഞിരുന്നത് മനുഷ്യചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ മാറ്റിമറിച്ച ഒരു മഹാത്ഭുതമായിരുന്നു. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. കൃഷിയോ ലോഹങ്ങളോ എഴുത്തോ എന്തിന് മൺപാത്രങ്ങൾ പോലും കണ്ടുപിടിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യർ നിർമ്മിച്ച ഒരു ബൃഹത്തായ ക്ഷേത്ര സമുച്ചയമാണിത്. ഇതെങ്ങനെ സാധിച്ചു എന്നത് ഇന്നും പുരാവസ്തു ഗവേഷകരെ കുഴക്കുന്ന ഒരു ചോദ്യമാണ്. അന്നത്തെ മനുഷ്യർക്ക് ചക്രങ്ങളോ ഭാരം ചുമക്കാൻ മൃഗങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ടൺ കണക്കിന് ഭാരമുള്ള കൂറ്റൻ കൽത്തൂണുകൾ അവർ കിലോമീറ്ററുകൾ ദൂരെയുള്ള കൽമടകളിൽ നിന്ന് വെട്ടിയെടുത്ത് ഈ മലമുകളിലേക്ക് എത്തിച്ച് ഇവിടെ സ്ഥാപിച്ചു. ഗുബക്ലി ടെപ്പയിലെ കാഴ്ച അതിശയിപ്പിക്കുന്നതാണ്. ഏകദേശം 20ഓളം വൃത്താകൃതിയിലുള്ള നിർമ്മിതികൾ. ഓരോന്നിൻ്റെയും നടുവിൽ ടി ആകൃതിയിലുള്ള 6 മീറ്റർ വരെ ഉയരമുള്ള 2 കൂറ്റൻ കൽത്തൂണുകൾ. ഈ തൂണുകൾക്ക് ചുറ്റും അതിലും ചെറിയ തൂണുകൾ ഒരു മതിൽ പോലെ സ്ഥാപിച്ചിരിക്കുന്നു. ഈ തൂണുകൾ വെറും കല്ലുകളല്ല, അവയിൽ അതിമനോഹരമായി കൊത്തിവെച്ച മൃഗങ്ങളുടെ രൂപങ്ങളുണ്ട്. പക്ഷേ ഗുഹാചിത്രങ്ങളിൽ കണ്ടതുപോലുള്ള കാട്ടുപോത്തുകളെയോ കുതിരകളെയോ അല്ല ഇവിടെ കാണുന്നത്. പകരം പാമ്പുകൾ, തേളുകൾ, കുറുക്കന്മാർ, പന്നികൾ, കഴുകന്മാർ തുടങ്ങിയ ഭയപ്പെടുത്തുന്നതും അതേസമയം പ്രതീകാത്മകവുമായ ജീവികളെയാണ്. ഈ തൂണുകൾ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന ശില്പങ്ങളാണെന്ന് ചില പണ്ഡിതന്മാർ കരുതുന്നു. ടി ആകൃതി അതിൻ്റെ തലയും തോളുകളുമാണ്. അവയിൽ കൊത്തിയ കൈകളും വിരലുകളും ഇത് സൂചിപ്പിക്കുന്നു. ഗൊബക്ലി ടെപ്പയുടെ ഏറ്റവും വലിയ പ്രാധാന്യം അത് നിലവിലുണ്ടായിരുന്ന ഒരു ചരിത്ര സിദ്ധാന്തത്തെ തലകീഴായി നിർത്തി എന്നതാണ്. മുൻപ് നമ്മൾ വിശ്വസിച്ചിരുന്നത് ആദ്യം മനുഷ്യൻ കൃഷി കണ്ടുപിടിച്ചു, അത് ഗ്രാമങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി. ഗ്രാമങ്ങൾ വളർന്ന് പട്ടണങ്ങളായപ്പോൾ അവിടെ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ആരാധിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് എന്നായിരുന്നു. അതായത് നാഗരികതയാണ് മതത്തിന് ജന്മം നൽകിയത് എന്ന്. എന്നാൽ ഗൊബക്ലി ടെപ്പെ നമ്മളോട് പറയുന്നത് നേരെ തിരിച്ചൊരു കഥയാണ്. ഒരുപക്ഷെ ഒരുമിച്ചൊരു ക്ഷേത്രം പണിയാനുള്ള ആഗ്രഹമായിരിക്കാം മനുഷ്യനെ ഒരിടത്തൊരുമിച്ച് കൂടാനും പിന്നീട് ആ തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകാനായി കൃഷി കണ്ടുപിടിക്കാനും പ്രേരിപ്പിച്ചത്. മതം നാഗരികതയുടെ ഉൽപ്പന്നമല്ല, മറിച്ച് നാഗരികതയ്ക്ക് ജന്മം നൽകിയ തീപ്പൊരിയായിരിക്കാം മതം. നൂറുകണക്കിന് ആളുകൾ, ഒരുപക്ഷേ പല ഗോത്രങ്ങളിൽ നിന്നുള്ളവർ, ഒരുമിച്ച് പ്രവർത്തിക്കാതെ
ഗൊബെക്ലി ടെപ്പെ പോലുള്ള ഒന്ന് നിർമ്മിക്കാൻ സാധിക്കില്ല. അവരെയെല്ലാം ഒരുമിച്ച് നിർത്താൻ, ഈ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ എന്ത് ശക്തിയാണുണ്ടായിരുന്നത്? ഒരു രാജാവോ സൈന്യമോ ഇല്ലാത്ത കാലത്ത് അതൊരു പൊതുവായ വിശ്വാസം മാത്രമായിരിക്കും. ഒരു ശക്തനായ ആത്മീയ നേതാവിൻ്റെ, ഒരു ശാമൻ്റെ ആഹ്വാനപ്രകാരം തങ്ങളുടെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമായ എന്തോ ഒരു പുണ്യകർമ്മം ചെയ്യാനാണ് തങ്ങൾ ഒരുമിച്ച് കൂടിയതെന്ന് അവർ വിശ്വസിച്ചിരിക്കണം. ആ വിശ്വാസമാണ് ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകളേക്കാൾ ശക്തമായിരുന്നത്. ഗൊബെക്ലി ടെപ്പെ ഒരു താമസ സ്ഥലമായിരുന്നില്ല. അവിടെ വീടുകളുടെയോ അടുക്കളയുടെയോ മാലിന്യങ്ങളുടെയോ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇതൊരാരാധനാ കേന്ദ്രം മാത്രമായിരുന്നു. പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഒരു തീർത്ഥാടനം പോലെ ഇവിടെ വന്നിരുന്നിരിക്കാം. അവർ ഒരുമിച്ച് ഈ തൂണുകൾ ഉയർത്തിയിരിക്കാം, ഒരുമിച്ച് ബലികൾ അർപ്പിച്ചിരിക്കാം, ഒരുമിച്ച് സദ്യകൾ കഴിച്ചിരിക്കാം. ഇവിടെ നിന്ന് കണ്ടെത്തിയ ആയിരക്കണക്കിന് മൃഗങ്ങളുടെ എല്ലുകൾ ഇവിടെ വലിയ തോതിലുള്ള സദ്യകൾ നടന്നിരുന്നു എന്നതിന് തെളിവാണ്. ഈ ഒരുമിച്ച് കൂടൽ മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടാക്കി. മുൻപ് 100 150 പേരടങ്ങുന്ന ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന മനുഷ്യർ ആദ്യമായി ആയിരക്കണക്കിന് അപരിചിതരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പഠിക്കുകയായിരുന്നു. ഈ കൂറ്റൻ നിർമ്മിതി പണിയുന്നതിനിടയിൽ അവർക്കിടയിൽ പുതിയ ബന്ധങ്ങൾ രൂപപ്പെട്ടു. അവർ ആശയങ്ങൾ കൈമാറി, പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചു, ഒരുപക്ഷെ ഭാവിയിലെ പങ്കാളികളെ വരെ കണ്ടെത്തിയിരിക്കാം. ഗൊബെക്ലി ടെപ്പെ ഒരു ക്ഷേത്രം മാത്രമല്ല, ഒരു സാമൂഹിക സമ്മേളന കേന്ദ്രം കൂടിയായിരുന്നു. ഈ വലിയ നിർമ്മാണ പ്രവർത്തനത്തിന് കൃത്യമായൊരു പ്ലാനിംഗ് ആവശ്യമായിരുന്നു. കല്ലുകൾ എവിടെ നിന്ന് വെട്ടണം, അതെങ്ങനെ ഇവിടെ എത്തിക്കണം, തൂണുകൾ എങ്ങനെ ഉയർത്തണം, എന്തൊക്കെ ചിത്രങ്ങളാണ് കൊത്തേണ്ടത്, ഇതിനെല്ലാം നേതൃത്വം നൽകാൻ കഴിവുള്ള ആളുകൾ വേണം. അങ്ങനെ സമൂഹത്തിൽ പുതിയൊരു വർഗം ഉയർന്നു വന്നു. എഞ്ചിനീയർമാർ, ശില്പികൾ, പുരോഹിതന്മാർ, സംഘാടകർ. ഇവർക്ക് സാധാരണ തൊഴിലാളികളെക്കാൾ ഉയർന്ന സ്ഥാനം ലഭിച്ചു. സമൂഹത്തിൽ അധികാരത്തിൻ്റെ പല തട്ടുകൾ രൂപപ്പെടുന്നതിൻ്റെ ആദ്യത്തെ സൂചനയായിരുന്നു ഇത്. ഈ ആരാധനാലയങ്ങൾ ഒരു കലണ്ടർ പോലെയും പ്രവർത്തിച്ചിരിക്കാം. ചില തൂണുകൾ സൂര്യോദയത്തിൻ്റെയോ അല്ലെങ്കിൽ ആകാശത്തിലെ പ്രധാന നക്ഷത്രങ്ങളുടെയോ സ്ഥാനത്തിനനുസരിച്ച് സ്ഥാപിച്ചിരിക്കുന്നതായി ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ഇത് വിതയ്ക്കാനും കൊയ്യാനുമുള്ള സമയം കൃത്യമായി നിർണയിക്കാൻ അവരെ സഹായിച്ചിരിക്കാം. അങ്ങനെ മതമെന്നത് വെറും വിശ്വാസം മാത്രമല്ല, ശാസ്ത്രത്തിൻ്റെയും അധികാരത്തിൻ്റെയും കേന്ദ്രമായി മാറുകയായിരുന്നു. എന്നാൽ ഗൊബെക്ലി ടെപ്പയുടെ കഥയിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഭാഗം അതിൻ്റെ അവസാനമാണ്. ഏകദേശം 1000 വർഷത്തോളം ഉപയോഗത്തിലിരുന്നതിന് ശേഷം എന്തിനെന്നറിയാത്ത കാരണത്താൽ ഈ ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ച ആളുകൾ തന്നെ അത് പൂർണ്ണമായി മണ്ണിട്ട് മൂടി. തങ്ങളുടെ ഏറ്റവും വലിയ സൃഷ്ടിയെ, തങ്ങളുടെ ദൈവങ്ങളുടെ ഭവനത്തെ എന്തിനാണ് അവർ ഉപേക്ഷിച്ചത്? ഒരുപക്ഷേ അവരുടെ ദൈവങ്ങൾ മാറിയിരിക്കാം, വിശ്വാസങ്ങൾ മാറിയിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിത രീതിയായ കൃഷി കൂടുതൽ പ്രചാരത്തിലായപ്പോൾ മലമുകളിലെ ഈ പഴയ ക്ഷേത്രത്തിന് അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടിരിക്കാം. കാരണം എന്തു തന്നെ ആയാലും ആ മണ്ണ് ആ പുരാതന ആരാധനാലയത്തെ 10,000 വർഷത്തോളം ഒരു കേടും കൂടാതെ സംരക്ഷിച്ചു. ഗൊബെക്ലി ടെപ്പെ ഒരു തുടക്കം മാത്രമായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മനുഷ്യൻ സ്ഥിരതാമസമാക്കിയ ഇടങ്ങളിലെല്ലാം അവൻ തൻ്റെ ദൈവങ്ങൾക്കായി വലിയ നിർമ്മിതികൾ പണിയാൻ തുടങ്ങി. ഇംഗ്ലണ്ടിലെ സ്റ്റോൺഹെഞ്ച്, മാൾട്ടയിലെ ക്ഷേത്രങ്ങൾ, ഈജിപ്തിലെ പിരമിഡുകൾ, ഇവയെല്ലാം മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തിയുടെയും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവൻ്റെ കഴിവിൻ്റെയും സ്മാരകങ്ങളാണ്. ഈ ആരാധനാലയങ്ങൾ വെറും കല്ലിൻ്റെയും മണ്ണിൻ്റെയും കൂട്ടങ്ങളായിരുന്നില്ല, അവ പുതിയ സമൂഹങ്ങളുടെ ഹൃദയമായിരുന്നു. ആ ഹൃദയത്തിൽ നിന്നാണ് നിയമങ്ങളും കലകളും ശാസ്ത്രവും അധികാരവുമെല്ലാം പടർന്നു പന്തലിച്ചത്. ഈ ആരാധനാലയങ്ങളിൽ വെച്ച് പറഞ്ഞ കഥകൾ, പാടിയ പാട്ടുകൾ, നടത്തിയ ആചാരങ്ങൾ തലമുറകളോളം കൈമാറ്റം ചെയ്യപ്പെട്ടു. പക്ഷേ വാമൊഴിക്ക് അതിൻ്റേതായ പരിമിതികളുണ്ടായിരുന്നു. ഓർമ്മകൾക്ക് തെറ്റുപറ്റാം, കഥകൾക്ക് മാറ്റം വരാം. ഈ വിശ്വാസങ്ങളെ, നിയമങ്ങളെ എങ്ങനെയാണ് ഒരു മാറ്റവും കൂടാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ കഴിയുക? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അടുത്ത കണ്ടുപിടുത്തത്തിലേക്ക് അവനെ നയിച്ചത്: എഴുത്ത്. അതോടെ ചിതറിക്കിടന്ന വിശ്വാസങ്ങൾ ചിട്ടപ്പെടുത്തിയ മതങ്ങളായി മാറാൻ തുടങ്ങിയായിരുന്നു. ആയിരക്കണക്കിന് ആളുകളെ ഒരുമിപ്പിച്ച്
ഗുബക്ലി ടെപ്പെ പോലുള്ള കൂറ്റൻ ആരാധനാലയങ്ങൾ പണിത മനുഷ്യൻ ഒരു പുതിയ സാമൂഹിക ഘടനയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഈ വലിയ സമൂഹങ്ങളെ ഒരുമിച്ചു നിർത്താൻ അവർക്ക് പൊതുവായ കഥകളും ആചാരങ്ങളും ദൈവങ്ങളും ഉണ്ടായിരുന്നു. പുരോഹിതന്മാർ ഈ കഥകൾ തലമുറകളിലേക്ക് കൈമാറി. ഉത്സവങ്ങളിലും ബലിയർപ്പണങ്ങളിലും അവർ ഈ പുരാണങ്ങൾ ഉറക്കെ ചൊല്ലി. ഓരോ കുട്ടിയും അത് കേട്ടാണ് വളർന്നത്. എന്നാൽ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു: മനുഷ്യൻ്റെ ഓർമ്മ. ഓർമ്മകൾക്ക് തെറ്റുപറ്റാം. ഒരു കഥ ഒരാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ വരാം. നൂറുകണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ, പല തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ആ കഥയുടെ യഥാർത്ഥ രൂപം തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഒരു ഗ്രാമത്തിലെ പുരോഹിതൻ പറയുന്ന സൃഷ്ടിപ്പിൻ്റെ കഥയായിരിക്കില്ല തൊട്ടടുത്ത ഗ്രാമത്തിലെ പുരോഹിതൻ പറയുന്നത്. ഇത് ആശയക്കുഴപ്പങ്ങൾക്കും തർക്കങ്ങൾക്കും, ഒരുപക്ഷെ സംഘർഷങ്ങൾക്കും വരെ കാരണമായേക്കാം. എൻ്റെ ദൈവമാണ് ശരി, നിന്റെ ദൈവത്തിൻ്റെ കഥ തെറ്റാണ് എന്ന വാദം ഉയർന്നു വരാം. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ആവശ്യമായിരുന്നു. ആ പരിഹാരമാണ് മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ മറ്റൊരു കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്: എഴുത്ത്. എഴുത്ത് കണ്ടുപിടിച്ചത് വിശുദ്ധ ഗ്രന്ഥങ്ങൾ എഴുതാനായിരുന്നില്ല. അതിൻ്റെ തുടക്കം വളരെ ലളിതമായൊരു ആവശ്യത്തിൽ നിന്നായിരുന്നു. മെസോപ്പൊട്ടേമിയയിലെ സുമേരിയൻ സംസ്കാരത്തിൽ ഏകദേശം 5500 വർഷങ്ങൾക്ക് മുൻപ് കൃഷി വികസിച്ച് നഗരങ്ങൾ വളർന്നപ്പോൾ കണക്കുകൾ സൂക്ഷിക്കേണ്ടത് ഒരു വലിയ ആവശ്യമായി മാറി. ക്ഷേത്രങ്ങളിലേക്ക് എത്ര ചാക്ക് ധാന്യം നികുതിയായി കിട്ടി, രാജാവിൻ്റെ കന്നുകാലിക്കൂട്ടത്തിൽ എത്ര ആടുകളുണ്ട്, ഈ കണക്കുകൾ ഓർമ്മിച്ചു വയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ ചെറിയ ചിത്രങ്ങളും അടയാളങ്ങളും കളിമൺ ഫലകങ്ങളിൽ രേഖപ്പെടുത്താൻ തുടങ്ങി. ഒരു ധാന്യത്തിൻ്റെ ചിത്രം, ഒരാടിൻ്റെ തലയുടെ ചിത്രം, കൂടെ അളവ് സൂചിപ്പിക്കുന്ന വരകളും. ഇതായിരുന്നു എഴുത്തിൻ്റെ ആദ്യ രൂപം. എന്നാൽ ഈ പ്രായോഗികമായ ഉപകരണം മതനേതാക്കളുടെയും ഭരണാധികാരികളുടെയും കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ സാധ്യതകൾ എത്ര വലുതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അന്ന് എഴുത്തും വായനയും അറിയുന്നത് പുരോഹിതന്മാരും കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു ചെറിയ വിഭാഗം മാത്രമായിരുന്നു. തങ്ങളുടെ അധികാരത്തെയും വിശ്വാസങ്ങളെയും എന്നേക്കുമായി ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു മാർഗമായി അവർ എഴുത്തിനെ കണ്ടു. അങ്ങനെ വാമൊഴിയായി മാത്രം പ്രചരിച്ചിരുന്ന പുരാണങ്ങളും ദൈവങ്ങളുടെ കഥകളും നിയമങ്ങളും ആദ്യമായി എഴുതപ്പെട്ട രൂപത്തിലേക്ക് മാറി. കളിമൺ ഫലകങ്ങളിൽ, കൽപ്പാളികളിൽ, മൃഗത്തോലുകളിൽ അവർ തങ്ങളുടെ വിശ്വാസങ്ങളെ കൊത്തിവെച്ചു. ഇതൊരു ചെറിയ മാറ്റമായിരുന്നില്ല. അതോടെ ആ കഥകൾക്ക് അതുവരെയില്ലാത്ത ഒരു ശക്തി കൈവന്നു. വായിൽ നിന്ന് വായിലേക്ക് പകരുമ്പോൾ കഥ ഒരു ഒഴുക്കുള്ള പുഴ പോലെയാണ്. അതിന് മാറ്റങ്ങൾ സംഭവിക്കാം. എന്നാൽ എഴുതപ്പെട്ട വാക്ക് ഒരു പാറ പോലെ ഉറച്ചതാണ്. അതിന് മാറ്റമില്ല. ഇത് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ഒരു പുതിയ അധികാരം നൽകി. പുരോഹിതൻ ഒരു കളിമൺ ഫലകം ഉയർത്തിപ്പിടിച്ച്, ഇതാ നമ്മുടെ ദൈവം സ്വന്തം കൈകൊണ്ട് എഴുതിത്തന്ന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമുണ്ടാവില്ല. ആ എഴുതപ്പെട്ട ഫലകം തന്നെ ഒരു വിശുദ്ധ വസ്തുവായി മാറി. ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള തെളിവ്. അതോടെ പുരോഹിതന്മാർ വെറും കഥ പറയുന്നവരല്ലാതായി. അവർ ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വാക്കിൻ്റെ സൂക്ഷിക്കാരും വ്യാഖ്യാതാക്കളുമായി മാറി. അവരുടെ അധികാരം 10 മടങ്ങ് വർദ്ധിച്ചു. പുസ്തകത്തിൽ അങ്ങനെയാണ് പറയുന്നത് എന്ന വാദം എല്ലാ തർക്കങ്ങൾക്കുമുള്ള അവസാന വാക്കായി മാറി. എഴുതപ്പെട്ട മതഗ്രന്ഥങ്ങൾ വന്നതോടെ മതങ്ങൾക്ക് ചിട്ടയായ ഒരു ഘടന കൈവന്നു. മുൻപ് ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ ദൈവങ്ങളും ആചാരങ്ങളുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരേ പുസ്തകത്തിൽ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ഗ്രാമങ്ങളെ ഒരു വലിയ മതത്തിൻ്റെ ഭാഗമായി ഒരുമിപ്പിക്കാൻ സാധിച്ചു. ഈജിപ്തിൽ, മെസൊപ്പൊട്ടാമിയയിൽ, ഇന്ത്യയിൽ, ചൈനയിൽ എല്ലാം വലിയ മതങ്ങൾ രൂപം കൊണ്ടു. ഈ മതങ്ങൾക്ക് വ്യക്തമായ നിയമങ്ങളുണ്ടായി. എന്ത് വിശ്വസിക്കണം, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായ നിർദ്ദേശങ്ങൾ ആ പുസ്തകങ്ങളിലുണ്ടായിരുന്നു. ഈ മതഗ്രന്ഥങ്ങൾ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. ഒരു രാജാവിന് ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു പ്രദേശം ഭരിക്കണമെങ്കിൽ സൈന്യം മാത്രം മതിയാവില്ല. ആ സാമ്രാജ്യത്തിലെ ജനങ്ങൾക്ക് തങ്ങളെല്ലാം ഒന്നാണെന്നൊരു തോന്നൽ വേണം. എഴുതപ്പെട്ട മതം ആ തോന്നൽ നൽകി. നമ്മളെല്ലാം ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഒരേ നിയമങ്ങൾ അനുസരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഈ മഹത്തായ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഈ വിശ്വാസം പല ഭാഷകൾ സംസാരിക്കുന്ന,
പല വർഗങ്ങളിൽപ്പെട്ട ആളുകളെ ഒരു കൊടി കീഴിൽ അണിനിരത്താൻ ഭരണാധികാരികളെ സഹായിച്ചു. രാജാവ് ദൈവത്തിൻ്റെ ഭൂമിയിലെ പ്രതിനിധിയായി മാറി. രാജാവിനെ അനുസരിക്കുന്നത് ദൈവത്തെ അനുസരിക്കുന്നത് പോലെയായി. ഇതോടൊപ്പം എഴുത്ത് മറ്റൊരു വലിയ മാറ്റത്തിനും കാരണമായി. അത് ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിമറിച്ചു. എഴുത്തു വരുന്നതിനു മുൻപ് ഭൂതകാലം എന്നത് പുരാണങ്ങളുടെയും കെട്ടുകഥകളുടെയും ഒരു ലോകമായിരുന്നു. എന്നാൽ എഴുത്തു വന്നതോടെ സംഭവങ്ങളെ രേഖപ്പെടുത്തി വയ്ക്കാൻ തുടങ്ങി. രാജാക്കന്മാരുടെ വിജയങ്ങൾ, യുദ്ധങ്ങൾ, നിയമങ്ങൾ ഇവയെല്ലാം കല്ലുകളിൽ കൊത്തിവെച്ചു. ഇത് രാജാക്കന്മാർക്ക് തങ്ങളുടെ അധികാരം സ്ഥാപിക്കാനുള്ള ഒരു മാർഗമായിരുന്നു. എൻ്റെ മുതുമുത്തശ്ശൻ 100 യുദ്ധങ്ങൾ ജയിച്ച ധീരനായിരുന്നു, അതുകൊണ്ട് ഈ നാട് ഭരിക്കാൻ എനിക്കാണ് അവകാശം. ഈ എഴുതപ്പെട്ട ചരിത്രം അവരുടെ അധികാരത്തെ ന്യായീകരിച്ചു. എന്നാൽ ഈ എഴുതപ്പെട്ട മതങ്ങളും ചരിത്രങ്ങളും എപ്പോഴും സമാധാനം കൊണ്ടുവന്നില്ല. അത് പുതിയ സംഘർഷങ്ങൾക്കും കാരണമായി. എൻ്റെ പുസ്തകത്തിലുള്ള ദൈവമാണ് ഏക സത്യമായ ദൈവം, നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് വ്യാജമാണ് എന്ന ചിന്ത മതയുദ്ധങ്ങൾക്ക് വഴിതെളിച്ചു. തങ്ങളുടെ വിശ്വാസം പ്രചരിപ്പിക്കാനായി സാമ്രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളെ ആക്രമിച്ചു. എഴുതപ്പെട്ട വാക്കിൻ്റെ ശക്തി മനുഷ്യനെ ഒന്നിപ്പിക്കാൻ എത്രത്തോളം സഹായിച്ചോ അത്രത്തോളം തന്നെ ഭിന്നിപ്പിക്കാനും കാരണമായി. ഹോമോസാപ്പിയൻസിൻ്റെ യാത്ര നമ്മൾ ഇവിടെ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. തീയുടെ കണ്ടുപിടുത്തം മുതൽ എഴുത്തിൻ്റെ ഉദയം വരെ നമ്മുടെ അതിജീവനത്തിൻ്റെ രഹസ്യം എന്നത് നമ്മുടെ ഭൗതികമായ ശക്തിയിലായിരുന്നില്ല, മറിച്ച് യാഥാർത്ഥ്യമല്ലാത്ത ഭാവനയിൽ മാത്രമുള്ള കഥകളിൽ വിശ്വസിക്കാനും ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള നമ്മുടെ അതുല്യമായ കഴിവിലായിരുന്നു. ഈ കഴിവാണ് നമ്മളെ ചെറിയ ഗോത്രങ്ങളിൽ നിന്ന് വലിയ സാമ്രാജ്യങ്ങളിലേക്ക് നയിച്ചത്. ഈ കഴിവാണ് നമ്മളെ ഭൂമിയിലെ മറ്റെല്ലാ മനുഷ്യവർഗങ്ങളെയും അതിജീവിച്ച് ഈ ഗ്രഹത്തിൻ്റെ അധിപന്മാരാക്കി മാറ്റിയത്. നമ്മുടെ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കാൻ പോകുന്നത് ഈ വിശ്വാസത്തിൻ്റെ ഇരട്ട മുഖങ്ങളെക്കുറിച്ചാണ്. അത് ഒരേ സമയം എങ്ങനെയാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങൾക്കും ഏറ്റവും വലിയ ദുരന്തങ്ങൾക്കും കാരണമായതെന്ന് നമ്മൾ കാണും. വിശ്വാസമെന്ന ആ ശക്തമായ ഉപകരണം അതിജീവനത്തിനുള്ള ഒരു മാർഗമെന്നതിലുപരി മനുഷ്യൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമായി മാറിയ കഥയുടെ അവസാനത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. തീയുടെ വെളിച്ചത്തിൽ പറഞ്ഞ ആദ്യത്തെ കഥയിൽ നിന്ന് എഴുതപ്പെട്ട മതഗ്രന്ഥങ്ങളുടെ ഉദയം വരെ നമ്മൾ ഒരുമിച്ച് സഞ്ചരിച്ചു. ഈ നീണ്ട യാത്രയുടെ അവസാനം നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആ പഴയ ചോദ്യത്തിലേക്ക്, എന്തുകൊണ്ട് ഹോമോസാപ്പിയൻസ് മാത്രം അതിജീവിച്ചു? കരുത്തരായ നിയാൻഡർതാലുകളും അതിബുദ്ധിമാന്മാരായിരുന്നിരിക്കാവുന്ന ഡെനിസോവാനുകളും എവിടെ പോയി? അവരുടെ ശാരീരികമായ കരുത്തോ വലിയ മസ്തിഷ്കമോ അവരെ എന്തുകൊണ്ട് രക്ഷിച്ചില്ല? അതിൻ്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുൻപ് ഹോമോസാപ്പിയൻസിൻ്റെ തലച്ചോറിൽ സംഭവിച്ച ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലാണ്. ശാസ്ത്രജ്ഞർ ഇതിനെ ബൗദ്ധിക വിപ്ലവം അഥവാ കോഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നു. ഈ മാറ്റം എന്തായിരുന്നുവെന്ന് കൃത്യമായി നമുക്കറിയില്ല. ഒരുപക്ഷേ തലച്ചോറിലെ ഞരമ്പുകളുടെ ഘടനയിൽ വന്ന ഒരു ചെറിയ മാറ്റമായിരിക്കാം. പക്ഷേ അതിൻ്റെ ഫലം അതിവിപ്ലവകരമായിരുന്നു. അതോടെ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും സങ്കീർണമായ ആശയങ്ങൾ രൂപീകരിക്കാനും ഏറ്റവും പ്രധാനമായി ആ ആശയങ്ങളെ ഒരുമിച്ച് വിശ്വസിക്കാനും നമുക്ക് കഴിഞ്ഞു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഒരുമിച്ച് എന്നതാണ്. ലോകത്ത് ഒരുപാട് ജീവികൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും. ഉറുമ്പുകളും തേനീച്ചകളും ലക്ഷക്കണക്കിന് എണ്ണത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷേ അത് കർക്കശമായ ജനിതകപരമായ നിർണയിക്കപ്പെട്ട രീതിയിലാണ്. അവയ്ക്ക് തങ്ങളുടെ സാമൂഹിക ഘടന മാറ്റാൻ കഴിയില്ല. മറ്റു ചില ജീവികൾക്ക്, ഉദാഹരണത്തിന് ചിമ്പാൻസികൾക്ക്, കുറച്ചുകൂടി വഴക്കമായി പ്രവർത്തിക്കാൻ കഴിയും. അവ ചെറിയ കൂട്ടങ്ങളായി തങ്ങൾക്ക് നേരിട്ടറിയാവുന്നവരുമായി ചേർന്ന് വേട്ടയാടുന്നു, പോരാടുന്നു. പക്ഷേ ഒരു ചിമ്പാൻസിക്ക് 100 കണക്കിന് അപരിചിതരായ ചിമ്പാൻസികളെ ഒരുമിപ്പിച്ച് ഒരു പൊതുവായ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. ഇവിടെയാണ് ഹോമോസാപ്പിയൻസ് വ്യത്യസ്തനാവുന്നത്. നമുക്ക് ഈ 2 കഴിവുകളും ഒരുമിച്ച് ചേർക്കാൻ സാധിച്ചു. ലക്ഷക്കണക്കിന് അപരിചിതരുമായി വളരെ വഴക്കമായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ്. ഈ അത്ഭുതകരമായ കഴിവിന് നമ്മളെ സഹായിച്ചത് കഥകളാണ്. ഒരു പൊതുവായ ദൈവത്തിൽ, ഒരു പൊതുവായ ഗോത്രത്തിൽ, ഒരു പൊതുവായ രാജ്യത്തിൽ
അല്ലെങ്കിൽ ഒരു പൊതുവായ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പരസ്പരം കണ്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഈ കഴിവ് അതിജീവന മത്സരത്തിൽ നമുക്ക് നിർണായകമായ മുൻതൂക്കം നൽകി. ഒരു നിയാൻഡർഥാൽ കൂട്ടത്തിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർക്ക് തങ്ങളുടെ ചെറിയ ഗ്രൂപ്പിൻ്റെ അറിവും ശക്തിയും മാത്രമേ ആശ്രയിക്കാനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു ഹോമോ സാപ്പിയൻസ് കൂട്ടത്തിന് തങ്ങളുടെ വിശ്വാസ ശൃംഖലയിലുള്ള മറ്റു പല കൂട്ടങ്ങളോടും സഹായം അഭ്യർത്ഥിക്കാൻ കഴിഞ്ഞു. നൂറുകണക്കിന് ആളുകൾക്ക് ഒരുമിച്ച് ഭക്ഷണം കണ്ടെത്താനും ശത്രുക്കളെ നേരിടാനും പുതിയ സാങ്കേതിക വിദ്യകൾ കൈമാറാനും സാധിച്ചു. നമ്മുടെ വിശ്വാസങ്ങൾ ഒരു അദൃശ്യമായ ഇൻ്റർനെറ്റ് പോലെ പ്രവർത്തിച്ചു. ആയിരക്കണക്കിന് തലച്ചോറുകളെ ഒരുമിപ്പിച്ച് ഒരു സൂപ്പർ ബ്രെയിനായി മാറി. എന്നാൽ ഈ ശക്തി ഒരു ഇരട്ട വാളായിരുന്നു. അത് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങൾക്ക് കാരണമായതുപോലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾക്കും കാരണമായി. ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് സ്വയം നല്ലതോ ചീത്തയോ അല്ല. അത് എന്ത് ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. ഒരേ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുമിച്ച് ചേർന്നാണ് മനുഷ്യർ കൂറ്റൻ പിരമിഡുകളും മനോഹരമായ ആരാധനാലയങ്ങളും പണിതത്. അതേ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുമിച്ച് ചേർന്ന് തന്നെയാണ് അവർ യുദ്ധങ്ങൾ ചെയ്തതും മറ്റ് ഗോത്രങ്ങളെയും സംസ്കാരങ്ങളെയും കൂട്ടക്കൊല ചെയ്തതും. ഞങ്ങളുടെ ദൈവം എന്ന വിശ്വാസം അവരുടെ ദൈവത്തെ ആരാധിക്കുന്നവരെ ശത്രുക്കളായി കാണാൻ പഠിപ്പിച്ചു. ഞങ്ങളുടെ ഗോത്രമെന്ന കഥ മറ്റു ഗോത്രങ്ങളെ കൊള്ളയടിക്കാനുള്ള ന്യായീകരണമായി മാറി. ഹോമോ സാപ്പിയൻസിൻ്റെ ചരിത്രം സഹകരണത്തിൻ്റെ മാത്രമല്ല, സംഘർഷത്തിൻ്റെയും കൂടിയാണ്. രണ്ടിൻ്റെയും ഇന്ധനം ഒന്നുതന്നെയായിരുന്നു: വിശ്വാസം. കാലക്രമേണ നമ്മുടെ വിശ്വാസങ്ങൾ കൂടുതൽ സങ്കീർണമായി. പ്രകൃതി ദൈവങ്ങളുടെയും പൂർവികരുടെയും സ്ഥാനത്ത് സാർവത്രികമായ മതങ്ങളും വലിയ പ്രത്യയശാസ്ത്രങ്ങളും വന്നു. ഒരു പ്രത്യേക ഗോത്രത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും കാര്യങ്ങൾ തീരുമാനിക്കാൻ ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്ന ദൈവങ്ങൾ വന്നു. ഈ പുതിയ വിശ്വാസങ്ങൾ മുൻപ് സാധ്യമല്ലാതിരുന്ന അത്രയും വലിയ തോതിൽ മനുഷ്യരെ ഒന്നിപ്പിച്ചു. ലക്ഷക്കണക്കിന് ആളുകളെ ഒരു മതത്തിൻ്റെയോ ഒരു സാമ്രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയോ പേരിൽ ഒരുമിച്ച് നിർത്താൻ അവയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ഈ വലിയ ഏകീകരണം ഒരു വലിയ വിലയും ആവശ്യപ്പെട്ടു. ഈ വലിയ കഥകളിൽ വിശ്വസിക്കാത്തവരെ ഒന്നുകിൽ നിർബന്ധിച്ച് അതിൽ ചേർത്തു, അല്ലെങ്കിൽ ഇല്ലാതാക്കി. നമ്മുടെ കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട നിയാൻഡർതാലുകൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളുണ്ട്. ഒരുപക്ഷേ കാലാവസ്ഥാ വ്യതിയാനം കാരണം അവർക്ക് വംശനാശം സംഭവിച്ചതാകാം, അല്ലെങ്കിൽ ഹോമോ സാപ്പിയൻസ് അവരെ വേട്ടയാടി ഇല്ലാതാക്കിയതാകാം. ഏറ്റവും പുതിയ സിദ്ധാന്തങ്ങളിലൊന്ന് പറയുന്നത് ഇത് രണ്ടും സംഭവിച്ചിരിക്കാം എന്നാണ്. കാലാവസ്ഥാ മാറ്റം കാരണം നിയാൻഡർതാലുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ കൂടുതൽ സംഘടിതരും വലിയ കൂട്ടങ്ങളായി പ്രവർത്തിക്കാൻ കഴിവുള്ളവരുമായ ഹോമോ സാപ്പിയൻസിന് ശേഷിച്ചവരെ കൂടി ഇല്ലാതാക്കാൻ എളുപ്പമായി. അത് നേരിട്ടുള്ള ഒരു യുദ്ധമായിരിക്കണം എന്നില്ല. ഭക്ഷണത്തിനും താമസസ്ഥലത്തിനും വേണ്ടിയുള്ള മത്സരത്തിൽ എണ്ണത്തിൽ കൂടുതലുള്ള, സഹകരണത്തിൽ മെച്ചപ്പെട്ട ഹോമോ സാപ്പിയൻസ് വിജയിച്ചു. നിയാൻഡർതാലുകൾ പതിയെ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷരായി. ഹോമോ സാപ്പിയൻസിൻ്റെ വിജയം അവൻ മറ്റുള്ളവരെക്കാൾ കരുണയുള്ളവനോ നല്ലവനോ ആയതുകൊണ്ടായിരുന്നില്ല, മറിച്ച് അവൻ കൂടുതൽ കാര്യക്ഷമമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക മൃഗമായതുകൊണ്ടായിരുന്നു. ആ സഹകരണത്തിൻ്റെ അടിസ്ഥാനം കെട്ടുകഥകളിൽ വിശ്വസിക്കാനുള്ള അവൻ്റെ കഴിവായിരുന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം ഈ കെട്ടുകഥകളുടെ ഒരു വലിയ വലയാണ്. പണമെന്നത് എന്താണ്? അത് നമ്മളെല്ലാവരും അതിൻ്റെ മൂല്യത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം വിലയുള്ള ഒരു കടലാസ് കഷ്ണം അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ നമ്പറല്ലേ? രാജ്യങ്ങൾ, നിയമങ്ങൾ, മനുഷ്യാവകാശങ്ങൾ ഇതെല്ലാം കല്ലിലോ മരത്തിലോ കൊത്തിവെച്ച യാഥാർത്ഥ്യങ്ങളല്ല. അവയെല്ലാം കോടിക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് വിശ്വസിക്കുന്ന കഥകളാണ്. ആ കഥകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വിമാനത്തിൽ കയറി അപരിചിതനായ ഒരു പൈലറ്റിനെ വിശ്വസിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്നത്. ആ കഥകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കടയിൽ പോയി ഒരു കടലാസ് കഷ്ണം കൊടുത്ത് ഭക്ഷണം വാങ്ങാൻ കഴിയുന്നത്. നമ്മുടെ പൂർവികർ തീയുടെ ചുറ്റുമിരുന്ന് പറഞ്ഞ കഥകൾ ഇന്ന് നമ്മൾ ടെലിവിഷനിലും ഇൻ്റർനെറ്റിലും പുസ്തകങ്ങളിലും പറയുന്നു, കേൾക്കുന്നു.
രൂപങ്ങൾ മാറിയെന്നേയുള്ളൂ, അടിസ്ഥാന തത്വം ഒന്നു തന്നെയാണ്. നമ്മളെ ഒരുമിപ്പിക്കുന്നതും ഭിന്നിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതുമെല്ലാം ഈ കഥകളാണ്. വിശ്വാസം മനുഷ്യപരിണാമത്തെ സഹായിച്ചത് അതിജീവനത്തിനുള്ള ഒരു ഉപകരണമെന്ന നിലയ്ക്കാണ്. പക്ഷെ ഇന്നത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ തന്നെ നിർവചനമായി മാറിയിരിക്കുന്നു. ഇനി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ആലോചിക്കുക. 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗുഹയുടെ മുന്നിലെ തീയുടെ വെളിച്ചത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി അത്ഭുതപ്പെട്ടിരുന്ന ആ മനുഷ്യരെക്കുറിച്ച്. അവർ പറഞ്ഞ കഥകളാണ്, അവർ കണ്ട സ്വപ്നങ്ങളാണ് കോടിക്കണക്കിന് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ന് നമ്മളായി ഇരിക്കുന്നത്. അവരുടെ വിശ്വാസങ്ങളാണ് നമ്മുടെ DNA പോലെ നമ്മുടെ ചിന്തകളുടെ ഭാഗമായി മാറിയിരിക്കുന്നത്. ആ കഥകൾക്ക് നല്ല വശങ്ങളുണ്ട്, ഇരുണ്ട വശങ്ങളുമുണ്ട്. പക്ഷെ ഒന്നുറപ്പാണ്, കഥകളില്ലാതെ, വിശ്വാസമില്ലാതെ ഹോമോസാപ്പിയൻസ് എന്ന മനുഷ്യവർഗം ഉണ്ടാകുമായിരുന്നില്ല. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാനൊരു നല്ലൊരു ശുഭരാത്രി നേരുന്നു. ശുഭരാത്രി.